മറ്റൊരു ഡാം പണിതിട്ടുണ്ട് പണിതിട്ടുണ്ട്, ഇതിനോട് ചേർന്ന് മുട്ടിച്ച് പണിതിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല. ഗ്രാവിറ്റി ഡാമിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 33 അടി പോരാ. മുല്ലപ്പെരിയാറിലെ മുഖ്യമന്ത്രി പറഞ്ഞ രണ്ടാമത്തെ ഡാം അത് പ്രായോഗികമല്ല. അതിന്റെ പ്രധാന കാരണം ഇന്നുള്ള ഡാമിനേക്കാൾ സമരസമിതി ജലനിരപ്പ് താഴ്ത്തുമെന്ന് പറഞ്ഞിട്ട് മുല്ലപ്പെരിയാറിലേക്ക് ഒരു മാർച്ച് നടത്തി. അന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് സമരസമിതി അതിക്രമിച്ച് കടന്ന് ഡാമിൽ ഡാമേജ് ഉണ്ടാക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. ഈ വേലിക്കകത്ത് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ മുമ്പിൽ നിന്ന് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്ത് പോലീസ് അവിടെ നിരന്നു. പുറകിൽ നിന്നും അവർ അത് ബ്ലോക്ക് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മേല. ഒരു ലാത്തി ചാർജോ വെടിവയ്പ്പോ ഉണ്ടായെങ്കിൽ അതിനകത്തുനിന്ന് അതായത് ഏലിയൻ വാലാബാഗ് പോലെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചു. സാങ്കേതികമായ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കും. ഇത് സാറ് തമിഴ്നാട്ടിനോട് കാശ് മേടിച്ചിട്ടാണ് ഇവർ പറയുന്നത്. അത് പറയുന്നത് ഇപ്പോഴും ഇന്നും എന്നെ ഒരാളെ വിളിച്ചു. അതെ, അന്നത്തെ സമരസമിതിയിലുണ്ടായിരുന്ന അതെ. നവംബർ 17 മുല്ലപ്പെരിയാർ ഡാം കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതി കണ്ടിട്ടാണ് ഞങ്ങളെല്ലാം ഉറങ്ങാൻ പോകുന്നത്. വെളുപ്പിന് 2:10 ഭൂമി കുലുങ്ങി. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ ടണൽ സമരസമിതി 2 തവണ അദ്ദേഹത്തെ കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് ഞാൻ നോക്കാമെന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞുള്ളൂ. ഞങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം കേട്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയോ എന്ന് എനിക്കറിയില്ല. ശരി, അപ്പോൾ ഇദ്ദേഹം തമിഴ്നാട്ടിൽ പോയി ഈ സംസാരിച്ചത് പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. നമസ്കാരം, മറുനാടൻ്റെ പോഡ്കാസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ, ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത മുല്ലപ്പെരിയാറിൻ്റെ ചരിത്രം, ഇതുവരെയുള്ള വ്യവഹാരങ്ങൾ, ഇതിൻ്റെ കോൺട്രാക്റ്റ്, ഇതൊക്കെ പറഞ്ഞു. ഇനി ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ സുപ്രീം കോടതിയിൽ നടന്ന കേസുകൾ, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വ്യവഹാരങ്ങൾ, അതിനുവേണ്ടി നടക്കുന്ന സമരങ്ങൾ, മുല്ലപ്പെരിയാർ സമരസമിതിയുടെ വീഴ്ചയും വളർച്ചയും ഇത്യാദി കാര്യങ്ങളും, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ പ്രസ്താവന, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് നമ്മുടെ മുമ്പിലുള്ള പരിഹാരം? വിശദമായ രണ്ടാം എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു സാർ. മുല്ലപ്പെരിയാർ, നമ്മൾ ചരിത്രമെല്ലാം പറഞ്ഞു. മുല്ലപ്പെരിയാർ സമരം ആരംഭിക്കുന്ന പശ്ചാത്തലം എന്താണ്? ഇത്രയും കാലം അന്നൊന്നും എനിക്കൊന്ന് 2000 തുടക്കത്തിലാണ് സമരം ആരംഭിക്കുന്നത്, അല്ലേ? 2006 സമരം ആരംഭിക്കുന്നത്. ആ 2006 വരെ ഇല്ലാതെ പെട്ടെന്ന് മുല്ലപ്പെരിയാറിലൊരു ആശങ്ക രൂപപ്പെടുന്നതും ആദ്യത്തെ സമരം നിങ്ങൾ അവിടെ ചപ്പാത്തി കേന്ദ്രീകരിച്ചുണ്ടാക്കിയതാണ്. അതെ. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? 1979 സെൻട്രൽ വാട്ടർ കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ത്തിയത്. അതായത് 15.5 TMC വെള്ളം 10.5 കുറച്ചു. അതിനുശേഷം അതിൻ്റെ കപ്പാസിറ്റി കുറച്ചു. സെൻട്രൽ വാട്ടർ, കാരണം ഈ സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ട്. അതായത് ഒരു പാർഷ്യൽ ഡീകമ്മീഷനിങ് നടത്തി 1/3 ജലനിരപ്പ് താഴ്ത്തി. അതിനുശേഷം 1979 ജലനിരപ്പ് താഴ്ത്തി, 80 പണി തുടങ്ങി, 92 മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലപ്പെടുത്തൽ പണി തുടങ്ങി. ബലപ്പെടുത്തൽ ചെറിയ പണിയല്ല. അതായത് കേബിൾ ആങ്കറിങ്, RCC സപ്പോർട്ട്, RCC ക്യാപ്പിംഗ്, ഗ്രൗട്ടിംഗ് മുതലായ ഒരു മേജർ വർക്ക്. കാരണം 79 ആയപ്പോഴത്തേക്ക് അതും പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ കാലത്താണ് ഇന്ത്യയിലെ പഴക്കം ചെന്ന ഡാമുകൾ പരിശോധിക്കാൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ തീരുമാനിച്ചു. അവരാദ്യം പരിശോധിച്ചത് മുല്ലപ്പെരിയാർ ഡാമാണ്. അടിയന്തരമായി തന്നെ 2 സ്റ്റേറ്റിനും നോട്ടീസ് അയച്ചിട്ട് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ത്തുകയാണ് ചെയ്തത്. കാരണം അന്ന് സ്വീപ്പേജ് വാട്ടറിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു. അതുകണ്ട് സത്യത്തിൽ വലിയ ഭയത്തോടെയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അവർ പണികൾ തുടങ്ങുന്നതിനെക്കുറിച്ച് അത്ര അടിയന്തരമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് താഴ്ത്തി വെള്ളം ജലനിരപ്പ് സ്പിൽവേ വഴി ചോർത്തിക്കളഞ്ഞു. അപ്പോൾ ഈ 136 അടിയും താഴോട്ട് പോയി. അല്ല, 152 അന്ന് ജലനിരപ്പ് ഉണ്ടായിരുന്നു. 179 വരെ 152 മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കരാർ പ്രകാരമുള്ള ഫുൾ റിസർവോയർ ലെവല്. അപ്പം ഡാം പരിശോധിക്കുന്ന സമയത്ത് 152 അടിയിൽ നിന്ന് അത് 136 അടിയാക്കി കുറച്ചു. അതായത് 15.5 TMC 10.5 കുറച്ചു. ഇപ്പോൾ ഡാമിൻ്റെ ലോഡ് കുറഞ്ഞു. സ്ട്രെങ്തനിങ് വർക്ക് നടത്താനുള്ളൊരു പശ്ചാത്തലം ഒരുങ്ങി. അതിനുശേഷം ഈ മേജർ വർക്കുകൾ, കേബിൾ ആങ്കറിങ് എന്ന് പറഞ്ഞാൽ 96 സ്ഥലത്ത് ഡാമിൻ്റെ മുകളിൽ നിന്ന് ഡ്രില്ല് ചെയ്ത്
ഫൗണ്ടേഷനിൽ നിന്ന് പിന്നെയും 20 അടി കൂടെ ഡ്രില്ല് ചെയ്ത് ഹൈ ടെൻഷൻ വയർ കമ്പി ഇറക്കിയിട്ട് ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ്, ശരിക്കും പറഞ്ഞാൽ അതല്ല അതിൻ്റെ തത്വം, ഈ കമ്പിയുടെ ചുവട്ടിൽ ഉരുക്ക് പ്ലേറ്റ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഈ കമ്പി അങ്ങോട്ട് ഇറക്കിയിട്ട് ഈ കമ്പിയെ പുറത്തേക്ക് വലിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ കൈകൊണ്ടൊന്നുമല്ല, വലിയ മെഷീനറികളുടെ സഹായത്തോടെ പുറത്തോട്ട് വലിച്ചു പിടിച്ചു. ചുവട് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ക്വിക്ക് സെറ്റിംഗ് സിമെൻ്റ് ഒഴിച്ചിട്ട് ഈ കമ്പി വിട്ടു. അതായത് ഒരു റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ചിട്ട് വിടുന്നത് പോലെ അത് വിട്ട് അതിൻ്റെ തിയറി എന്ന് പറയുന്നത്, ഈ പുറത്തേക്ക് വലിച്ചു പിടിച്ച കമ്പി പുറകോട്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. ആ ടെൻഡൻസി അവർ തിരിച്ചു പിടിക്കുമ്പം ഈ ഡാമിൻ്റെ ഫൗണ്ടേഷനോട് ഇവർ ചേർത്ത് പിടിക്കുമെന്നാണ് കേബിൾ ആങ്കറിങ്ങിൻ്റെ തത്വം. അല്ലെങ്കിൽ കപ്പലിനെ ആങ്കർ ചെയ്ത് ഇടുമ്പം ആ ആങ്കർ കപ്പലിനെ നങ്കൂരം വിടുക എന്നാണല്ലോ നമ്മൾ എന്ന തിയറി. 96 സ്ഥലത്ത് അത് ചെയ്തിട്ടുണ്ട്. അതിൽ 95 സ്ഥലത്തെയും മൂടിക്കളഞ്ഞു, കമ്പി കാണാനില്ല. ഒരു സ്ഥലത്തെ കമ്പി നിർത്തിയിട്ടുണ്ട്. അത് നമ്മൾ പോകുമ്പം നമുക്ക് കാണാനും കമ്പിയുടെ ബലം പരിശോധിക്കാനുമാണ്. ഞാനൊക്കെ സന്ദർശിക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും കമ്പി ഒന്ന് വളച്ചു നോക്കും. ഇതുവരെ ആ കമ്പി 1 ഇഞ്ച് പോലും വളഞ്ഞിട്ടില്ല. അത് അത്ര ഹൈ ടെൻഷൻ ഇമ്പോർട്ടഡ് കമ്പിയാണ്, ഇമ്പോർട്ടഡ് വയറാണെന്ന് അത് ചെയ്തത്. ഇതാണ് കേബിൾ ആങ്കറിങ്. RCC സപ്പോർട്ട് ഈ ഡാമിൻ്റെ തൊട്ട് പുറകിൽ 1.5 അടി അകലവേ ഉള്ളൂ. 33 അടി വീതിയുള്ള ഒരു കോൺക്രീറ്റ് ഡാമുണ്ട്. ഇത് ചേർത്തല്ല പണിതിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഭാഗത്ത് ഡാമിൻ്റെ റിസർവോയറിൻ്റെ മറുഭാഗത്ത് ഡാം അതെ, റിസർവോയറിൻ്റെ വെള്ളം ഒഴുകുന്നില്ലല്ലോ, ഒട്ടുമില്ല, വെള്ളം വരുന്നില്ലല്ലോ. വെള്ളം വലിയ സ്വീപ്പേജ് ഉണ്ട്, ഡൗൺ സ്ട്രീം. അപ്പം സ്വീപ്പേജ് വെള്ളമുണ്ട്, എല്ലാ ഡാമിനും സ്വീപ്പേജ് വെള്ളമുണ്ട്. അത് ഒഴുകിയേ പറ്റുള്ളൂ, അല്ല ഡാം തകരും. ആണോ? അത് എല്ലാം ഇടുക്കിക്കും ഉണ്ട്. അതെങ്ങനെ ചെറിയ എവിടുന്നെങ്കിലും വെള്ളം സ്വല്പം, എത്ര ഇടുക്കി ഉൾപ്പെടെയുള്ള ലോകത്തെ എല്ലാ ഡാമുകൾക്കും സ്വീപ്പേജ് വാട്ടർ വേണമെന്നത്. ഈ സ്വീപ്പേജ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ലീക്ക് ചെയ്ത് വരുന്നത് അതുണ്ട്. ഇടുക്കിക്കും ഉണ്ട്, മുല്ലപ്പെരിയാറിനും ഉണ്ട്, എല്ലാം ഉണ്ട്. ചില ഘട്ടങ്ങളിൽ ഡാം ഡാമേജ് ആയി കഴിഞ്ഞാൽ വെള്ളം നിറയുമ്പം സ്വീപ്പേജ് വാട്ടർ വല്ലാതെ കൂടുന്നത് ഡാമിൻ്റെ അപകടാവസ്ഥയുടെ ഒരു സൂചനയാണ്. 79 അതാണ് സെൻട്രൽ വാട്ടർ കമ്മീഷനെ ഭയപ്പെടുത്തിയത്. അങ്ങനെയാണ് ജലനിരപ്പ് താഴ്ത്തി സ്വീപ്പേജ് വാട്ടറിൻ്റെ അളവ് കുറച്ചത്. 79 ജലനിരപ്പ് താഴ്ത്തിയിട്ട് പിന്നെ 33 അടി കെട്ടുവണ്ണമുള്ള ഒരു കോൺക്രീറ്റ് ഡാം. ഇത് ചേർത്ത് പണിയത്തില്ല. ഒന്ന് RCC ആണ്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. മറ്റത് DR ആണ്, ഡബിൾ പാക്കിംഗ് ആണ്. മേസ്തിരിമാർ പണിത കൽക്കട്ടാണ്. അതിൽ ഈ കോൺക്രീറ്റ് ഡാം വികസിക്കുകയും സങ്കോചിക്കുകയൊക്കെ ചെയ്യും വേനൽക്ക്. അപ്പം കോൺക്രീറ്റ് ഡാമിന്, നമ്മുടെ മേസൺറി ഡാമിന്, മേസ്തിരിമാർ പണിത ഡാമിന് അതില്ലല്ലോ, കരിങ്കൽ കെട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് മുട്ടിച്ചല്ല പണിതിരിക്കുന്നത്. ഒരു 1.5 അടി അകലമുണ്ട്, അല്ലെ ഒരു 2 അടി അകലം കാണും ഈ കോൺക്രീറ്റ് ഡാമിനും ഈ സായിപ്പ് പണിത ഡാമും തമ്മിൽ. അപ്പം നമ്മൾ ഇറങ്ങുന്ന കോൺക്രീറ്റ് ഡാം എന്തായാലും വലിപ്പം 33 അടി കെട്ടുവണ്ണമുണ്ട്. 33 അടി കെട്ടുവണ്ണം. പക്ഷേ അതിനെ ഡാമെന്ന് വിശേഷിപ്പിക്കത്തില്ല, RCC സപ്പോർട്ട് എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും എത്ര പൊക്കം? അത് 158 അടി പൊക്കമുണ്ട്. മറ്റൊരു ഡാം പണിതിട്ടുണ്ട് ഇതിനോട് ചേർന്ന് മുട്ടിച്ച് പണിതിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല. ഗ്രാവിറ്റി ഡാമിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 33 അടി പോരാ. ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ ഫൗണ്ടേഷൻ്റെ കെട്ടുവണ്ണം അതിൻ്റെ പൊക്കം തന്നെ ആയിരിക്കണമെന്നാണ് ഗ്രാവിറ്റി ഡാമിൻ്റെ പ്രിൻസിപ്പിൾ. അതായത് 158 അടി പൊക്കമുള്ള ഗ്രാവിറ്റി ഡാമാണ് പണിയാൻ പോകുന്നതെങ്കിൽ ഫൗണ്ടേഷൻ 158 അടി വേണമെന്നാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതൊരു ആ പേര് സൂചിപ്പിക്കുന്ന അർത്ഥമാക്കിയാൽ മതി. ഇതുണ്ടെന്നും അതുകൊണ്ട് മലയാളി രക്ഷപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 33 അടി കെട്ടുവണ്ണമുള്ള RCC സപ്പോർട്ടാണ്. ഈ സംഗതി പണിത് കഴിഞ്ഞിട്ട് ഇത് ചേർന്നാണ് ഇരിക്കുന്നത്. ഇല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് നമുക്ക് എന്തോ അതിൻ്റെ ഗുണം അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടായാൽ കുറച്ച് നേരത്തേക്കെങ്കിലും ഈ വെള്ളം തടഞ്ഞു നിർത്താം. പിന്നെ ഇനി ഒന്നിച്ചല്ല, എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിലാണൊരു പൊട്ടലോ വല്ലതും വരുന്നതെങ്കിൽ ഒഴുകി വരുന്ന വെള്ളം ഒന്ന് തടഞ്ഞു നിർത്താം. അതാണ് RCC സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ 96 സ്ഥലത്ത് കേബിൾ ആങ്കറിങ് നടത്തി. അത് ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് അത് നടത്തിയത്. സിം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് കേബിൾ ആങ്കറിങ് നടത്തിയത്. അതിനുശേഷം RCC സപ്പോർട്ട് പണിതു. RCC സപ്പോർട്ട് പണിത് മണ്ടേ വന്നപ്പോൾ അതിൻ്റെ കമ്പിയെല്ലാം കൂടെ പഴയ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പുറത്തേക്ക് വളച്ചു വെച്ചു.
വളച്ചു വെച്ചിട്ട് 1 മീറ്ററിൽ 12 ടൺ സിമെൻറ്റ് കോൺക്രീറ്റ് കൂടി ഇട്ടു. അത് പഴയ ഡാമിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അപ്പം പണ്ട് 8 അടിയേ ഉണ്ടായിരുന്നുള്ളൂ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ടോപ്പിലെ വീതി, അതിപ്പോൾ 12 അടിയാക്കി. അങ്ങനെ കമ്പി വളച്ചു വെച്ച് അതിനെയാണ് RCC ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഗ്രൗട്ടിങ്, അങ്ങനെ 4 പ്രധാന വർക്കുകൾ ചെയ്തു. കേബിൾ ആങ്കറിങ്, RCC സപ്പോർട്ട്, RCC ക്യാപ്പിംഗ് 79 മുതൽ 82 വരെ 8 വർഷമേ ഡാം പണിയാൻ എടുത്തുള്ളൂ. 12 വർഷം എടുത്തു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സ്ട്രെങ്തനിങ് വർക്ക്. അപ്പോൾ അതിനുശേഷം അത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് PWD ആണ് പണിതത്. പണത്തിൻ്റെ ഒരു ഷെയർ കേന്ദ്രം കൊടുത്തു, ഒരു ഷെയർ തമിഴ്നാട് എടുത്തു. നമുക്ക് മുടക്കില്ല. ബാക്കി എല്ലാ ഡാമുകളുടെയും നമ്മുടെ അതിൻ്റെ നിയമം വലിയ വിചിത്രമാണ്. ബാക്കി 8 ഡാമിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കേരളവും തമിഴ്നാടും കേരളവും കൂടെ 100 രൂപ മുടക്കുമ്പോൾ, അതായത് 80 കേന്ദ്രവും 20 അതാത് സംസ്ഥാനവും മുടക്കുമ്പോൾ 1 രൂപ, ബാക്കി 8 ഡാമിൻ്റെ 1 രൂപ നമ്മളെ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. 1 രൂപയാണ് നമ്മുടെ മുടക്കം 100 രൂപയിൽ. എന്തിനാണെന്നറിയാമോ? ഒരു കോടതിയിലും പോയി ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലെന്ന് പറയാൻ ഇടവരാതിരിക്കാൻ. ഓക്കെ, ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ വർക്ക് കഴിഞ്ഞിട്ട് 92-ൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ വീണ്ടും ഡാം പരിശോധിച്ചു. അന്ന് മലയാളി ഡോക്ടർ KC തോമസാണ് ഈ ഡാം പരിശോധിച്ച ടീമിലുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പഴക്കം മാനിച്ചും 79-ലെ അപകടാവസ്ഥയുടെ റിപ്പോർട്ടും മനസ്സിലാക്കിയിട്ട് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 15 TMC 10.5 ആക്കിയതിൽ നിന്ന് ഒട്ടും കൂട്ടണ്ടെന്ന് തീരുമാനിച്ചിട്ടാണ് അവർ ഡൽഹിക്ക് പോകുന്നത്. 98-ൽ തമിഴ്നാട്ടുകാരൻ സുബ്രഹ്മണ്യ സ്വാമി സ്ട്രെങ്തനിങ് വർക്കിന് ശേഷം മുല്ലപ്പെരിയാർ ഡാം അതീവ ബലമുള്ളതാണെന്നും അത് അന്ന് KC തോമസ് ഒരു പ്രസ്താവന നടത്തി മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചിട്ട്. നൗ മുല്ലപ്പെരിയാർ ഡാം ഈസ് ആസ് ഗുഡ് ആസ് എ ന്യൂ ഡാം എന്നൊരു പ്രസ്താവന നടത്തി. അത് പിന്നീട് കോടതികളിലെല്ലാം നമ്മളെ തോൽപ്പിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത്. അപ്പം ഈ 92-ലെ ഈ പ്രസ്താവന എങ്കിലും നമ്മളത് മലയാളികൾ അതിനെ വ്യാഖ്യാനിക്കാൻ കോടതി വ്യാഖ്യാനിച്ചതിലുള്ള പിഴവ് കൊണ്ടാണ് നമ്മൾ കോടതി തോറ്റുപോകുന്നത്. എന്താണെന്നറിയാമോ? ഇദ്ദേഹം ഈ കാര്യം പ്രസ്താവന നടത്തുമ്പം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് 136 അടിയാണ്, 152 അല്ല. ആർക്കും ഒരു മടിയും കൂടാതെ പറയാം നൗ മുല്ലപ്പെരിയാർ ഡാം ഈസ് ആസ് ഗുഡ് ആസ് എ ന്യൂ ഡാം. ബലപ്പെടുത്തൽ കഴിഞ്ഞൊരു നല്ല ഡാമാന്ന് പറയുന്നത് തെറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വാട്ടർ ലെവൽ അവിടെ നിൽക്കുമ്പം ആണ് ഇദ്ദേഹം പറയുന്നത്. 98-ൽ സുബ്രഹ്മണ്യ സ്വാമി ഡാമിലെ ജലനിരപ്പ് ഉയർത്തണമെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ പൊതുരംഗത്ത് വന്നു. തമിഴ്നാട്ടിൽ ചർച്ചയായി, കേരളത്തിൽ ചർച്ചയായി. 2001-ൽ നമ്മുടെ ഭാഗത്തുനിന്നൊരു പിടിപ്പുകേടും ഉണ്ടായി. അതിനോടനുബന്ധിച്ച് സുബ്രഹ്മണ്യ സ്വാമി ഇത് പറഞ്ഞെങ്കിലും അവർ കേസ് കൊടുക്കാനോ ഒന്നും പോയില്ല. സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവർ ഇക്കാര്യത്തിലൊക്കെ വലിയൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. കോടതി എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കും. അതുപോലെ തന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞാലും അനുസരിക്കും. എന്നും അവർക്ക് അങ്ങോട്ടാണ് അവർ ചെല്ലേണ്ടതെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തമിഴ്നാട് അനങ്ങിയില്ല. സുബ്രഹ്മണ്യ സ്വാമി ബഹളം വെച്ചിട്ടും കുമളിയിലെ 2 ചെറുപ്പക്കാർ മുല്ലപ്പെരിയാർ പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നൊരു വലിയ പിടിപ്പുകേടാണ്. തമിഴ്നാട് ഇതാ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് കൂട്ടാൻ പോകുന്നു, ഞങ്ങൾക്ക് ഒരുപാട് വനം നഷ്ടപ്പെടും, അതുകൊണ്ട് അതിന് അനുവദിക്കരുതെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയി. തമിഴ്നാട് പറയാത്തൊരു കാര്യം തമിഴ്നാടിൻ്റെ മേലെ ആരോപിച്ചിട്ട് കേസ് കൊടുത്തതിൻ്റെ പേരിൽ തമിഴ്നാട് വളരെ പ്രകോപിതരായി. അവരും എന്തായാലും അവരുടെ കാര്യം കേരളത്തിൽ നിന്നൊരു കേസ് പോയാൽ അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല തമിഴ്നാടിന്. അവരും സുപ്രീം കോടതി പോയി. അല്ലെങ്കിലും ഏത് കേസ് ചെന്നാലും 2 സ്റ്റേറ്റിനും നോട്ടീസ് അയക്കും. അങ്ങനെ തമിഴ്നാടിന് നോട്ടീസ് വന്നു. അവരെന്ത് ചെയ്തു? അവരാവശ്യപ്പെട്ടില്ലല്ലോ. 98 സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞതേ ഉള്ളൂ. 2001 അവർ ജലനിരപ്പ് കൂട്ടാൻ ഇറങ്ങിയില്ലല്ലോ. എന്നിട്ടും ഇത് അനാവശ്യ ഒരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് അവർ ജലനിരപ്പ് കൂട്ടണമെന്ന് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. ഇന്ത്യയിലെ പ്രഗത്ഭനായ വക്കീൽ മുൻ അറ്റോർണി ജനറൽ പരാശരനെ കേസ് ഏൽപ്പിച്ചു. കൃത്യമായ പഠനങ്ങളും റിപ്പോർട്ടുകളും കൊടുത്തു. എന്നിട്ട് കേസ് നമ്മുടെ മുല്ലപ്പെരിയാർ പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറയുന്ന ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ, അതിൽ ഞാൻ മനസ്സിലാക്കി അതിൽ ഒരാൾ ഓട്ടോറിക്ഷ ഡ്രൈവറോ മറ്റോ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഡൽഹിയിലെ ആണോ എറണാകുളത്തെ ആണോ ഏതോ ഒരു സുപ്രീം കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണയില്ലാത്തൊരു പാവം വക്കീലിനെയും വെച്ചു.
25,000 50,000 അല്ലെങ്കിൽ 1,00,000 അതിൽ കൂടുതൽ കൊടുക്കാൻ അവരുടെ പൈസ ഇല്ല. അഡ്വക്കേറ്റ് പരാശരൻ അപ്പുറത്ത് കേസ് വാദിച്ചു. സംസ്ഥാന സർക്കാർ അനങ്ങിയില്ല. സംസ്ഥാന സർക്കാരിന് നോട്ടീസ് കിട്ടിയെങ്കിലും കക്ഷി ചേർന്നു. പക്ഷേ വക്കീലിനെ വക്കീൽ വെച്ചിട്ടുണ്ടാവാം, നമുക്കൊരു സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ട്, അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. കേരള ഗവൺമെൻറ് സീരിയസ് ആയിട്ട് എടുത്തില്ല ഈ വിഷയം. ഇങ്ങനെ തിരിച്ചടി വരുമെന്ന് ഓർത്തില്ല. കാരണം സെൻട്രൽ വാട്ടർ കമ്മീഷൻ ജലനിരപ്പ് കൂട്ടണമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. പിന്നെ അവർ കൂട്ടുകേല എന്നാണ് കേരള ഗവൺമെൻറ് വിചാരിച്ചത്. പരാശരൻ കൃത്യമായി അവർ നടത്തിയ ഈ 12 വർഷത്തെ, അതും PWD, തമിഴ്നാട് PWD ഇത് മുഴുവൻ ചെയ്തത്, കൃത്യം കാര്യങ്ങൾ സുപ്രീം കോടതിയിലോട്ട് വെച്ചു. മുല്ലപ്പെരിയാർ ഡാം സേഫാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെ ജലനിരപ്പ് 136 നിന്ന് ആദ്യം 142 ആക്കുക. അത് കഴിഞ്ഞിട്ട് ബേബി ഡാമിൻ്റെ ബലപ്പെടുത്തലൊക്കെ കഴിഞ്ഞിട്ട് ജലനിരപ്പ് 152 അടിയാക്കിക്കോളാൻ പറഞ്ഞു. എന്ത് വിധി വന്നു? 2006 ഈ നമ്മൾ പോയി പണി ചോദിച്ചു വാങ്ങിയതാ. മാർച്ച് 3 ഈ വിധി വരുന്നത്. ഫെബ്രുവരി 27 ഈ വിധി വരുന്നത്. അതിനെ തുടർന്ന് പിന്നീട് മാർച്ചിൽ മുല്ലപ്പെരിയാർ സമരം ആരംഭിച്ചു. അതാണ് നമ്മൾ പിന്നെ പുതിയ സമരസമിതി ഉണ്ടാക്കാൻ കാരണം. സമരം ഉണ്ടാകാൻ കാരണം സെൻട്രൽ വാട്ടർ കമ്മീഷൻ തീരുമാനിക്കാത്തൊരു കാര്യം, സുപ്രീം കോടതി ഏകപക്ഷീയമായിട്ടൊരു നിലപാടെടുത്തു, തമിഴ്നാടിന് അനുകൂലമായൊരു നിലപാടെടുത്തു എന്നൊരു വികാരമാണെന്ന് കേരളത്തിലുണ്ടായത്. അങ്ങനെ 2006 മാർച്ച് 3 മുതൽ കേരളത്തിൽ സമരം ആരംഭിച്ചു. ഈ സമരം ആരംഭിക്കുമ്പോൾ സാറില്ലെന്ന് തോന്നുന്നു, അതോ? ഞാൻ തുടക്കത്തിൽ ഇല്ല. ജോയി നിരപ്പേൽ അച്ഛൻ, ഫാദർ ജോയി നിരപ്പേൽ അച്ഛൻ. ആ സാർ പഠിപ്പിക്കുവാണോ? ഞാൻ കോളേജ് അധ്യാപകനാണ്. ഇതിന് സഹകരിക്കുന്നുമില്ല അതിനോട്? അതിൽ ഞങ്ങൾ ആദ്യം ചെയ്തത് കട്ടപ്പന ഒരു മുല്ലപ്പെരിയാർ ഐക്യദാർഢ്യ സമിതി രൂപീകരിച്ചു. കട്ടപ്പന ഇതിനോട് കൂടാതെ നമ്മുടെ സമരം അവിടെ നടക്കുന്നു. അതാദ്യം സമരം ആദ്യം അവർ സമരം കേന്ദ്രീകരിക്കാൻ കാര്യമാണ്. ഉപ്പുതറയായിരുന്നു ഇതിൻ്റെ ഓഫീസ്. നമ്മളതിനെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് എന്നാണ് പറയുന്നത്. ഈ ജോയി നിരപ്പൽ ഉപ്പുതറ വികാരിയായിരുന്നു. ഉപ്പുതറയിലെ അദ്ദേഹം CMI അച്ഛനാണ്. CMI സഭക്കാർക്ക് അവിടെ കുറേ സ്ഥലമുണ്ട്. അതിൻ്റെ ഒരു മേൽനോട്ടവും അവർക്ക് അന്ന് വേൾഡ് ബാങ്കിൻ്റെ എയ്ഡോടുകൂടി അതോ ADBയുടെ എയ്ഡോടുകൂടിയാണോ കുറേ സംഘങ്ങളുണ്ടായിരുന്നു രൂപീകരിച്ചിട്ട്, പ്രത്യേകിച്ച് സ്വാശ്രയ സംഘങ്ങൾ മാത്രമല്ല. അവിടെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആദിവാസി മേഖലകളൊക്കെ, കോഴിമല എന്നൊക്കെ പറയുന്നത്, അവിടെയെല്ലാം ഈ സ്കീം വലിയ പ്രോജക്റ്റ് 700 സംഘങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അന്ന് വലിയ ജനപിന്തുണയുണ്ട് അവിടെ ഉണ്ട്. അച്ഛൻ നല്ല സംഘാടകനുമാണ്. ഫാദർ ജോയി നിരപ്പേൽ നല്ല സംഘാടകനുമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആണ് സമരസമിതി രൂപീകരിക്കുന്നത്. സാബു വേങ്ങവേലിയുണ്ട്, AT തോമസ് ഉണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ് സമരസമിതി ആരംഭിക്കുന്നത്. അത് വലിയ പിന്തുണയും കിട്ടി. അതിന് വലിയ പിന്തുണയും കിട്ടി. അത് ഉപ്പുതറ കേന്ദ്രീകരിച്ചു. അതിൽ സമരഭൂമിയായിട്ട് പെരിയാർ തീരത്തെ ചപ്പാത്ത്. അതായത് ഈ മുല്ലപ്പെരിയാർ, അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ പറയാം. മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കടന്നു പോകുന്നത് ചപ്പാത്ത് വഴിയാണോ? ചപ്പാത്ത് അതൊന്ന് പറഞ്ഞ് എങ്ങനെ മുല്ലപ്പെരിയാർ കടന്നു വരുന്ന ആദ്യത്തെ സ്ഥലം, മുല്ലപ്പെരിയാറിൽ താഴെയുള്ള ആദ്യത്തെ ജനവാസ മേഖല വള്ളക്കടവാണ്. പിന്നെ വണ്ടിപ്പെരിയാറിനടുത്ത്. പിന്നെ അടുത്ത ജനവാസ മേഖല വണ്ടിപ്പെരിയാറും അടുത്ത് തന്നെ. വള്ളക്കടവ് കഴിഞ്ഞാൽ അടുത്തത് വണ്ടിപ്പെരിയാറാണ്. ടൗണിൽ കൂടെ പോകും, പാലം കടന്നു പോകും. വണ്ടിപ്പെരിയാർ, മ്ലാമല, കീരിക്കര, ചപ്പാത്ത്, ഉപ്പുതറ, ഉപ്പുതറ പോകും. ഉപ്പുതറ അതിൻ്റെ കരയില ടൗൺ മുഴുവൻ ഇരിക്കുന്നത്. ചപ്പാത്ത്, ഉപ്പുതറ, പിന്നെ കാഞ്ചിയാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇടുക്കി ഡാമിൽ വരെ വരും. ഇടുക്കി ഡാമിലേക്കാണ് ഈ വെള്ളം ഒഴുകിയെത്തുന്നത്. കുറച്ചുകൂടെ അപ്പം നമ്മൾ പറഞ്ഞത് കാഞ്ചിയാർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടാ പിന്നെ സ്ഥലം. കാഞ്ചിയാർ കഴിഞ്ഞാൽ ഇടുക്കി റിസർവോയറാണ്. ആണോ? അതിൻ്റെ ഫോറസ്റ്റ് ഏരിയ, കച്ച്മെൻ്റ് ഏരിയയുമാണ്, വനമേഖലയാണ്, ജനവാസ മേഖല തീർന്നു. അങ്ങനെ ആ ഭാഗത്തുള്ള ആളുകളാണ് ആദ്യമായിട്ട് സംഘടിച്ചു. അതിനുശേഷം അവിടെ ഏകദേശം എത്ര പേരെ ഇത് ബാധിക്കുമായിരിക്കും? അത് ഞാൻ പറഞ്ഞ ഇടുക്കി റിസർവയർ വരെ 1,00,000-ലധികം ആളുകളെ ബാധിക്കും. 1,00,000-ലധികം. ഈ പറയുന്ന എല്ലാം ചെറു പട്ടണങ്ങളാണ്. ഈ പട്ടണങ്ങളെല്ലാം വേണമെങ്കിൽ പോകാം. ഒരുപാട് സ്കൂളുകളുണ്ട് ഈ മേഖലയെല്ലാം, ഒരുപാട് സ്കൂളുകളുണ്ട്. ശരി. അപ്പോൾ ജോയി അച്ഛൻ്റെ നേതൃത്വത്തിൽ എന്ത് സമരമായിരുന്നു ആദ്യം? അവർ തുടങ്ങിയത് പറയുന്നത് ഉപ്പുതറ ഒരു മീറ്റിംഗ് കൂടി.
അതിനുശേഷം വില്ലേജ് ഓഫീസ് പിക്കറ്റ് ചെയ്യുക, അതുപോലെയുള്ള ചെറിയ ഉപരോധ സമരങ്ങൾ ആരംഭിച്ചു. ഇതിനോടനുബന്ധിച്ച് കട്ടപ്പന ഞങ്ങൾ കുറച്ച് പേര് കൂടി മുല്ലപ്പെരിയാർ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമിതി രൂപീകരിച്ചു. കട്ടപ്പനയെ ഇത് ബാധിക്കത്തില്ല? കട്ടപ്പനയെ ബാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ബാധിച്ചേക്കില്ല. കാരണം അവിടെയുള്ള മലനിരകളുടെ ഒരു ഇതനുസരിച്ച് ഒരു പക്ഷേ കട്ടപ്പന ടൗണിനെ ബാധിച്ചേക്കില്ല. പക്ഷേ എൻ്റെ ഒരു ബന്ധം ചപ്പാത്തുമായിട്ടുള്ളതെന്ന് പറയുന്നത് അവിടെ പാലമില്ലായിരുന്നു, താഴ്ന്ന പാലമായിരുന്നു ചപ്പാത്തിലുണ്ടായിരുന്നത്. പോയിട്ടുണ്ട്. ആ ചപ്പാത്ത് പാലം ഉയർത്തിപ്പണിയണം. കാരണം 96-ലാണെന്ന് തോന്നുന്നു ആ പാലത്തെ നിന്നൊരു ബസ് താഴെ പോയി, 3 പേര് ഒഴുകിപ്പോയി, 3 പേര് മരിച്ചു. പിന്നെ പല വർഷങ്ങളിലും ജീപ്പുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ദുരന്തങ്ങളുണ്ടായി. അപ്പോൾ ചപ്പാത്തിൽ ബാക്കി എല്ലായിടത്തും ഒരു പാലം പണിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വണ്ടി അവിടെ കരിങ്കുളം ചപ്പാത്തിലൊരു പാലം പണിയാൻ പറ്റുകയില്ല എന്നുള്ളൊരു തോന്നൽ വരികയും ആ സമരത്തിൽ ഞാൻ ഇവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ എനിക്ക് ചപ്പാത്തുമായിട്ടൊരു ബന്ധമുണ്ട്. ഈ സമരം അന്ന് കളക്ടറേറ്റ് വളയാനായിട്ട് പോവുകയാണ് ഈ പാലം സമരസമിതി. അവർ കട്ടപ്പന വന്നപ്പം കട്ടപ്പന അവർക്ക് സ്വീകരണം കൊടുത്തതും അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യം കൊടുത്തതും. സാറപ്പം എവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ അവിടുന്ന് 16 കിലോമീറ്റർ അകലെ നെടുങ്കണ്ട MES കോളേജിലാണ് ഞാൻ അധ്യാപകനായിട്ടുള്ളത്. സാറ് ഇംഗ്ലീഷാണോ? ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനാണ് അവിടെ. അപ്പോൾ ഈ സമരം വന്ന കൂട്ടത്തിൽ എൻ്റെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, വൈകിട്ട് ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞാനും സഹകരിച്ചു. പിറ്റേ ദിവസം കളക്ടറേറ്റ് വളയാനായിട്ട് ഞങ്ങൾ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും പോയി. അത് കഴിഞ്ഞിട്ട് കളക്ടറേറ്റ് വളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കളക്ടർ വന്ന് പറയുന്നത്, ചപ്പാത്തിൽ പാലം അനുവദിച്ചു, നിങ്ങൾ സമരം നിർത്തി പൊക്കോളാൻ പറഞ്ഞാണ് സമരം അവസാനിച്ചത്. അങ്ങനെ അവരുമായിട്ട് എനിക്കൊരു ചെറിയ ബന്ധമുണ്ടായിരുന്നു ഈ പാലം സമരവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഞങ്ങൾ കട്ടപ്പന മുല്ലപ്പെരിയാർ സമരത്തിൻ്റെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ചു. ചപ്പാത്തിലെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളും കൂടെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചു. അതിലെ പലരും പിന്നീട് അങ്ങനെ കാര്യമായിട്ട് വന്നില്ലെങ്കിലും ഞാൻ പിന്നീട് ചപ്പാത്തിലെ ഈ സമരസമിതിയുടെ ഒരംഗമെന്ന നിലയിൽ മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ ഞാനും പോകാറുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു ഭാരവാഹിത്വത്തിലേക്ക് വരുന്നില്ല, കാരണം ഞാനൊരു അധ്യാപകനും കൂടാണ്. എങ്കിലും ഇതിന് എൻ്റെ ഭാഗത്തുനിന്ന് നല്ല നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഒരുപാട് വിലയുണ്ടെന്ന് മനസ്സിലാക്കി അവരോട് എന്നെ കമ്മിറ്റിയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ കമ്മിറ്റിയിലേക്ക് വരികയും ചെയ്തു. 2006 ഡിസംബർ 25 ചപ്പാത്തിൽ സ്ഥിരം സമരപ്പന്തൽ കെട്ടി റിലേ ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചപ്പോൾ ആദ്യം റിലേ ഉപവാസ സമരം നടത്തി ഞാനും ഫാദർ ജോയി നിരപ്പേലും കൂടെ. അന്നൊരു കടത്തിണ്ണയിലാണ് ഞങ്ങളിരുന്നത് 48 മണിക്കൂർ. അതിനുശേഷം അവിടുത്തെ ടാക്സി ഡ്രൈവർമാരാണ് ഞങ്ങൾക്ക് സമരപ്പന്തൽ ഒരുക്കി തന്നത്. അങ്ങനെ ഞങ്ങളുടെ സമരം 2 ദിവസം കഴിഞ്ഞപ്പം ഈ സമരപ്പന്തലിനകത്തേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ഇതിനിടയ്ക്ക് വളരെ ഐതിഹാസികമായൊരു വലിയ സമരം, 16,000 പേര് പങ്കെടുത്ത, അത് വലിയ പ്രചരണമൊന്നും നടത്തിയിട്ടോ മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടോ ഒന്നുമല്ല. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 ആക്കിയല്ലോ കോടതി. ജലനിരപ്പ് സമരസമിതി ജലനിരപ്പ് താഴ്ത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു മുല്ലപ്പെരിയാറിലേക്കൊരു മാർച്ച് നടത്തി. അന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് സമരസമിതി ഡാം അതിക്രമിച്ച് കടന്ന് ഡാമിൽ ഡാമേജ് ഉണ്ടാക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. അന്ന് RDO കുമളി താമസിച്ചാണ് ഈ സമരം നിയന്ത്രിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തത്. അത്ര വലിയ സമരമായിരുന്നു. വൻ പോലീസ് സന്നാഹമുണ്ടായിരുന്നു. ആ പോലീസ് സന്നാഹം വള്ളക്കടവ് കഴിഞ്ഞ് ഒരു എസ്റ്റേറ്റിൻ്റെ മുള്ളുകമ്പിയിട്ടൊരു വേലിയുണ്ട് 2 സൈഡിലും. ആ വേലി ഞങ്ങൾ അതുവഴി മാർച്ച് ചെയ്തങ്ങ് പോവുകയാണ്. വള്ളക്കടവ് കഴിഞ്ഞ് ഞങ്ങൾ മാർച്ച് ചെയ്ത് പോവുകയാണ്. ഒരു എസ്റ്റേറ്റിൻ്റെ 2 സൈഡിലും മുള്ളുകമ്പി ഇട്ട വേലി ഇട്ട നല്ല സ്ട്രോങ് മുള്ളുകമ്പിയാണ്. ഈ വേലിക്കകത്ത് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പം മുമ്പിൽ നിന്ന് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്ത് പോലീസ് അവിടെ നിരന്നു. പുറകിൽ നിന്നും അവർ അത് ബ്ലോക്ക് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മേല. ഒരു ലാത്തി ചാർജോ വെടിവയ്പ്പോ ഉണ്ടായെങ്കിൽ അതിനകത്തുനിന്ന് അതായത് ഏലിയൻ വാലാബാഗ് പോലെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചു. ആ മുള്ളുകമ്പിയാണ് ഈ ഏത് വർഷം അത് 2006 എനിക്ക് തോന്നുന്നത്. അന്ന് സാർ കൺവീനർ ആയിട്ടില്ല? ഞാൻ കൺവീനർ ആയിട്ടില്ല, അതതിൻ്റെ സത്യം അതാണ്. എന്നിട്ട് പിന്നെ അവിടെ വെച്ച്
പിന്നെ ഞങ്ങളുടെ മുമ്പിൽ വേറെ എങ്ങോട്ടും പോകാൻ മാർഗ്ഗമില്ല. ഒന്നുകിൽ വെടിവയ്പ്പ് നടക്കും, അല്ലെങ്കിൽ ലാത്തിച്ചാർജ് നടക്കും. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരാണല്ലോ, നമുക്ക് കേസുകൾ വന്നാൽ ജാമ്യം എടുക്കാൻ പോകാൻ പട്ടയം പോലും ഇല്ലാത്തൊരു പ്രദേശമാണ് ഇത്രയധികം ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമരം പിൻവലിക്കുകയല്ല, നമ്മൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. മുല്ലപ്പെരിയാർ സമരസമിതി പൊളിക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപനമൊക്കെ നടത്തി. എന്തായാലും ഞങ്ങളുടെ ആരുടെയും പേരിൽ കേസെടുത്തില്ല. അങ്ങനെ ആ സമരം തിരിച്ചു പോന്നു. പിന്നീട് ശക്തമായ മുല്ലപ്പെരിയാർ സമരം ഉണ്ടാകുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ സജീവമായി രംഗത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായത്. ജോയി അച്ഛനെ മാറേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ കേട്ട ഒരു കഥ പറയാം. ഓക്കെ. സത്യമാണെന്ന് അറിയില്ല. അന്നത്തെ കാഞ്ഞിരപ്പള്ളി മെത്രാൻ മാർ മാത്യു അറക്കൽ, ഓക്കെ, അദ്ദേഹം അതിലെ കടന്നു പോകുന്നു. അപ്പോൾ അവിടെ അന്ന് വാഹനം തടച്ചിലാണ് നിങ്ങളുടെ പണി. അതെ, ഞാനും ഉണ്ട്. ആ വാഹനം തടഞ്ഞ കൂട്ടത്തിൽ മെത്രാന്റെ വാഹനം മെത്രാന് പിടിച്ചില്ല, അച്ഛനെ ചാടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊവിൻഷ്യാലിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. അതിൻ്റെ യഥാർത്ഥം എന്താണെന്നറിയാവോ? തലേ ദിവസം കട്ടപ്പന പള്ളി വികാരി എന്നെ വിളിച്ചു, ജോയി അച്ഛനെയും വിളിച്ചു, ബിഷപ്പ് വരുന്നുണ്ട്, ഒരു ഓർഡിനേഷന് വരികയാണ്, സമയത്തെത്തണം, നിങ്ങൾ തടയുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ തടയുകയല്ല, അല്ലെങ്കിൽ ബിഷപ്പ് കുമളി വഴി വരും, നിങ്ങൾ തടയുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ തടയത്തില്ല, ബിഷപ്പിനെ വിട്ടേക്കാവെന്ന് പറഞ്ഞു. അപ്പം ബിഷപ്പ് 2 മണി കഴിഞ്ഞപ്പം വന്നു. ഞങ്ങൾ തടയുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം ബ്ലോക്ക് ചെയ്യുകയല്ല, 5 മിനിറ്റ് ഒരു വാഹനം തടഞ്ഞു നിർത്തും, എന്നിട്ട് കടത്തി, അത്രയേ ഉള്ളൂ. പക്ഷേ 100 കണക്കിന് വാഹനങ്ങൾ പുറകിലുണ്ട്. ഈ ബിഷപ്പ് അറക്കൽ പിതാവ് അതിലെ വന്നു, 100 കണക്കിന് വാഹനം പുറകിൽ കിടക്കുക, ഞങ്ങൾ അറിയുന്നില്ല. അന്ന് ഞാനും ജോയി അച്ഛനും പറഞ്ഞ ഒരു സമരസമിതി പ്രവർത്തകനും ബിഷപ്പിൻ്റെ വണ്ടി കടത്തിവിടണ്ടെന്ന് പറയത്തില്ല. പക്ഷെ ഞങ്ങൾ അറിയുന്നില്ല. 4 വണ്ടി പുറകിലായപ്പോഴാണ് ബിഷപ്പിൻ്റെ വണ്ടി ഞാനും ജോയി അച്ഛനും ഞങ്ങൾ ഒന്നിച്ച് നിന്ന് സമരം ചെയ്യുക. പ്രത്യേകിച്ചും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, സംഘർഷം ഉണ്ടാകരുത്, യാത്രക്കാരുമായിട്ട് വഴക്കുണ്ടാകുന്നുണ്ട്, അതൊക്കെ തടഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിച്ച് നിൽക്കുക. ബിഷപ്പിൻ്റെ വണ്ടി 4 വണ്ടി പുറകിൽ വന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. ജോയി അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, ഇതിനു മുമ്പ് ആ ഡ്രൈവറെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ സാറേ നമ്മൾ 2 പേരും കൂടെ ചെന്നാൽ ഈ വണ്ടി കടത്തി വിടാൻ മേലായിരുന്നെന്ന് അച്ഛനോട് ചോദിച്ചു. ഇത് പറഞ്ഞത് ഒരു പക്ഷേ ബിഷപ്പ് കണ്ടോന്നറിയത്തില്ല. സ്വഭാവമായിട്ട് ഈ 4 വണ്ടിയുടെ പുറകിൽ നിൽക്കുമ്പം അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കടത്തി വിട്ടില്ല. സത്യം പറഞ്ഞാൽ ബിഷപ്പിന് പിന്നെ ഈ 4 വണ്ടി പോയി കഴിഞ്ഞ് അതിന് മുമ്പ് വിട്ടുകൊണ്ട് പോയി ഒരു പ്രയോജനമില്ലല്ലോ. ഓൾറെഡി ലേറ്റ് ആകാനുള്ളത് ലേറ്റായി. അങ്ങനെ ആ വണ്ടി പോയി. എത്ര നേരം ബിഷപ്പ് മിക്കവാറും ഒരു മണിക്കൂർ അടുത്ത് കിടന്ന് കാണും. കാരണം അത്രയും മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കിടന്ന് അത്രയും വണ്ടികൾ കടന്നു പോകണ്ടേ, 1 മണിക്കൂറെങ്കിലും കിടന്ന് കാണുമായിരിക്കണം. ഏതായാലും ബിഷപ്പ് കോട്ടയത്തെ പ്രൊവിൻഷ്യാലിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. അവർക്ക് പുളിയമ്മൽ ഒരു സ്കൂളുണ്ട്, കാർമൽ സ്കൂൾ. അവിടെ കൗൺസിൽ യോഗം പ്രൊവിൻഷ്യാലിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചു. ജോയി അച്ഛനെ വൈകിട്ട് 7 മണി മുതൽ വൈകിട്ട് 11:30 വരെ. അങ്ങനെ ജോയി അച്ഛൻ എന്നോട് പറഞ്ഞു, അങ്ങനെ ഞങ്ങളുടെ സഭയിൽ 2 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനായിരിക്കും അടുത്ത പ്രൊവിൻഷ്യാൽ, അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഇതൊന്നുമല്ല. ആ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞു. ഞാൻ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. എന്തായാലും അച്ഛനോട് കൗൺസിൽ പറഞ്ഞു, അച്ഛൻ ഭാരവാഹിത്വം ഒഴിയണമെന്ന് പറഞ്ഞു. ഭാരവാഹിത്വം, അതായത് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ചെയർമാനാക്കുന്നത്. അല്ലാതെ അച്ഛനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം ഒന്നും കൗൺസിൽ തീരുമാനിച്ചില്ല. അച്ഛനെ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നും അച്ഛൻ ഈ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി രക്ഷാധികാരിയാകുന്നു, ഞാൻ ചെയർമാനാകുന്നു. ഒരു തരത്തിലും അച്ഛൻ സമരത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോൾ നടന്ന കാര്യമാണ് ഇത്. പക്ഷേ ട്രാൻസ്ഫറിൻ്റെ കാര്യമൊന്നും ഇതൊന്നുമല്ല. ട്രാൻസ്ഫറിൻ്റെ കാര്യം അതല്ല. 1 വർഷമൊക്കെ കഴിഞ്ഞു. 1 വർഷം വരെയൊക്കെ നല്ല ശക്തമായിട്ട് സമരം നടന്നു. പിന്നീട് ഞാൻ ഉള്ള സത്യമാണ് പറയുന്നത്, അച്ഛനൊരു സന്ദേഹം വന്നു. അച്ഛന് എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും? ഒരുപാട് സമരങ്ങൾ നടന്നു. സത്യത്തിൽ വിഷയം നമ്മൾ പറയുന്നത് ഗൗരവമുള്ളതാണെങ്കിലും നാട്ടുകാർക്ക് വഴി തടയുന്നതും മറ്റു കാര്യങ്ങളും പിടിക്കുന്നില്ല. അവരെല്ലാം സമരത്തിനെതിരാണ്. ഒരു കണക്കിന് ഞങ്ങളും ആലോചിക്കേണ്ടതായിരുന്നു. നമ്മളോടൊപ്പം എല്ലാ ദിവസവും വഴി തടയായിരുന്നു.
ഇല്ല എന്താണ് എന്തെങ്കിലുമൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രകോപനമോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശ്രദ്ധക്കുറവോ ഉണ്ടായെങ്കിൽ മാത്രമേ ഞങ്ങൾ വഴി തടയുന്നുള്ളൂ. അല്ലാതെ ഒന്നും വഴി തടയുന്നൊരു പരിപാടിയേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പക്ഷേ 1.5 വർഷമായപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സമരത്തിലെ ആളുകളുടെ പിന്തുണ കുറഞ്ഞു. അച്ഛൻ്റെ ഈ 700 സംഘങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ബലമായിരുന്നു സമരസമിതിക്ക് എന്നും ഉപവാസം ഇരിക്കാണ്. പക്ഷെ അവർക്കും മടിയായി തുടങ്ങി. അപ്പോൾ അച്ഛനൊരു ബുദ്ധിമുട്ട് വന്നു. അച്ഛൻ സത്യം പറഞ്ഞാൽ അച്ഛൻ ട്രാൻസ്ഫർ മേടിച്ച് പോവുക ചെയ്തത് 1.5 വർഷം കഴിഞ്ഞപ്പം. അച്ഛൻ്റെ ട്രാൻസ്ഫർ ഓർഡർ ഞാനും സാബു വേങ്ങവേലി മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ട്രാൻസ്ഫർ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ആസ് റിക്വസ്റ്റഡ് ബൈ യു ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ടു പപ്പുവ ന്യൂ ഗിനിയ എന്നാണ് ആ ഓർഡർ. ഞാനും സാബു വേങ്ങവേലി മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല. അച്ഛൻ അങ്ങനെ ട്രാൻസ്ഫർ മേടിച്ച് 1.5 വർഷം കഴിഞ്ഞു. പിന്നെ സാറിന് നേരത്തെ സമരം മുമ്പോട്ട് പോയി കുറേ കൂടെ. സമരം ഞങ്ങൾ പല പ്രത്യക്ഷ സമരങ്ങളും വേണ്ടെന്ന് വെച്ചു. സമരം മുന്നോട്ട് പോയി. അച്ഛൻ ഇതിൻ്റെ ഒരു സംശയം, ഇതിൻ്റെ ഇടയിൽ മൻമോഹൻ സിംഗിനെ പോയി കണ്ടില്ലായിരുന്നോ? ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. നമുക്ക് വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് മൻമോഹൻ സിംഗിനെ കണ്ടതും മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് അദ്ദേഹം പരിഹരിക്കാമെന്ന് തമിഴ്നാട്ടിൽ. ഞാൻ എൻ്റെ ചോദ്യം, അദ്ദേഹം ഡിസംബറിലെ ആ ഒരു ദിവസം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് വരുന്നു. ഓക്കെ, ഈ ചർച്ച ചെയ്യാൻ വേണ്ടി. അതെ അതെ. അന്ന് എല്ലാം പീക്കാൻ നിൽക്കുന്നു, വലിയ ആവേശത്തിൽ നിൽക്കുമ്പോൾ അങ്ങ് ആരോടും ആലോചിക്കാതെ പുതിയ ഡാം വേണ്ട, ഓക്കെ, ടണൽ മതി എന്ന് പ്രഖ്യാപിച്ചില്ലേ? ഇത് ഈ കാര്യം നമ്മൾ ഇത്ര എന്താണ് മലയാളികൾ ഇത്ര ലോല ഹൃദയരാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം ഇത് പറഞ്ഞു നടക്കുന്നത് ഈ കേരളത്തിലെ ഒരു അഭിഭാഷകനാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇദ്ദേഹം പറയുന്നത് വെച്ച് നോക്കിയാൽ എന്താണ്, മൻമോഹൻ സിംഗ് ചെന്നൈയിൽ സർവകക്ഷി യോഗം നടന്നത് അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലാണ് നടന്നത്. പ്രധാനമന്ത്രി വേറെ വല്ല ആവശ്യത്തിന് തമിഴ്നാട്ടിൽ വന്നോന്ന് എനിക്കറിയത്തില്ല. ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി എന്തിനാണ് തമിഴ്നാട്ടിൽ വരുന്നത്? ഡൽഹിക്ക് വിളിപ്പിച്ചാൽ പോരെ? അല്ലെങ്കിൽ തർക്കമുള്ളൊരു വിഷയമല്ലേ? തമിഴ്നാട്ടിൽ വന്നിരുന്നാണോ അത് ചർച്ച ചെയ്യുന്നത്? ഡൽഹിയിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾ നടന്നു. പ്രധാനമന്ത്രി ഇങ്ങനൊരാവശ്യം പറഞ്ഞു വന്നു എന്നും ഞാൻ ഡാം വേണ്ട ടണൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി മടങ്ങിപ്പോയി എന്ന് ഈ അടുത്ത ദിവസവും ഒരു യൂട്യൂബർ പറഞ്ഞ് ഞാൻ കേട്ടു. എനിക്കത് വലിയൊരു തമാശ ആയിട്ടാണ് തോന്നി. ഇന്ത്യൻ പ്രധാനമന്ത്രി മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാനായിട്ടിരിക്കുമ്പോൾ അതെ സമരസമിതിയുടെ ഒരു പൊതു തീരുമാനമില്ല അങ്ങ് സ്വന്തമായി അങ്ങനെ പ്രഖ്യാപിക്കുന്നത് ശരിയാണ്? കാരണം അതിൻ്റെ ഒരു പശ്ചാത്തലം പറയാം. അതായത് ജോയിയച്ഛൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാരം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എൻ്റെയിലേക്ക് തന്നെ വന്നു, അടുത്തൊരു ചെയർമാൻ എന്നുള്ള നിലയിൽ. ഞാനും വളരെ ഉത്തരവാദിത്തത്തോടെ എൻ്റെ ജോലിക്കൊരു കോട്ടവും വരാത്ത വിധത്തിൽ സമരം ഓരോ ദിവസവും ഒരു മുടക്കവും കൂടാതെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് 700 സംഘങ്ങളുടെ പിൻബലം ഉണ്ടെന്നുള്ള വിചാരിച്ചായിരുന്നേ. അച്ഛൻ പോയതോടെ ഈ 700 സംഘങ്ങൾ പിന്മാറി. എല്ലാ ദിവസവും ഉപവാസം ഇരിക്കാൻ ആളെ കണ്ടെത്തണം, വിശിഷ്ടാതിഥികൾ വരുമ്പോൾ സ്വീകരിക്കണം, ഇതിനെല്ലാം കമ്മിറ്റികൾ ഉണ്ടാവണം. ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ഞാൻ എൻ്റെ അധ്യാപനവും മുടങ്ങാതെ, അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെൻറ്റ് പിണങ്ങാത്ത വിധത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. 2007 അച്ഛൻ പോകുന്നത്. അതിനുശേഷം 2 വർഷം 4 മാസം കഴിഞ്ഞ് അച്ഛൻ മടങ്ങി ചപ്പാത്തിലേക്ക് വരുന്നത്. എന്നിട്ടും സമരം മുടങ്ങാതെ ഞങ്ങൾ കൊണ്ടുപോയി. അതിനുശേഷം 2010 കഴിഞ്ഞപ്പോഴത്തേക്ക് മുല്ലപ്പെരിയാർ സമരം മുന്നോട്ട് പോകുകയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. ആളുകൾക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഇവിടെ ഇങ്ങനെ മാലയിട്ട് മുദ്രാവാക്യം വിളിച്ച് അവിടെ കുറച്ച് 1-2 പേരിരിക്കും, പ്രത്യേകിച്ച് വലിയ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ജനങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പറയാം 11 ആയപ്പോഴത്തേക്ക്, അതിനു മുമ്പ് യഥാർത്ഥ ഈ 11 ആയപ്പോഴത്തേക്ക് മുല്ലപ്പെരിയാർ സമരം നവംബറിൽ നവംബർ 17 മുല്ലപ്പെരിയാർ ഡാം കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതി കണ്ടിട്ടാണ്, അന്ന് വാർത്താമാധ്യമങ്ങളിൽ കണ്ടിട്ടാണ് ഞങ്ങളെല്ലാം ഉറങ്ങാൻ പോകുന്നത്. വെളുപ്പിന് 2:10 ആയപ്പോൾ ഭൂമി കുലുങ്ങി. പെട്ടെന്ന് ചപ്പാത്തിൽ നിന്ന് എനിക്ക് കോള് വരുന്നു, എന്ത് ചെയ്യണം? ഞങ്ങളെല്ലാം
ചപ്പാത്ത് പള്ളിയുടെ മുറ്റത്തും മറ്റേ എസ്റ്റേറ്റിൻ്റെ മുകളിലുമാണെന്നും പറഞ്ഞ ആളുകൾ വിളിക്കുന്നു. ഞാനിപ്പം പോരണമെന്ന് ചോദിച്ചു, ഇപ്പം വരണ്ട, രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഉള്ള സത്യമായി പറയുന്നത്. അപ്പം ഞാൻ വെളുപ്പിന് കട്ടപ്പനയിൽ നിന്ന് ചപ്പാത്തി വന്നു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം വീട്ടിൽ തിരിച്ച് കയറിയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഭയത്തിലാണ് ആളുകൾ. അപ്പോൾ അവിടെ പിന്നെ ഈ റിലേ ഉപവാസ സമരത്തിന് യാതൊരു പ്രസക്തിയില്ലെന്നും അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. 8 മണിയായപ്പോൾ ആ 8 മണിക്ക് അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചു. ഞാനും ഷാജി പി ജോസഫും അൻപയ്യനും ഞങ്ങൾ 3 പേര് നിരാഹാരം തുടങ്ങി. സന്ധ്യ 10:30 ആയപ്പോൾ ES ബിജിമോൾ വന്നു. വൈകിട്ട് ഞാനും കൂടി വന്നാൽ എനിക്കൊരു കട്ടിൽ തരുമെന്ന് എന്നോട് ES ബിജിമോൾ ചോദിച്ചു. MLA പോരെ, ഇവിടെ ഒരു കട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞു. MLA വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊരു കട്ടിലൊരുക്കി. സന്ധ്യയായപ്പോൾ ES ബിജിമോൾ ഒരു 500 പേരുടെ ഒരു പ്രകടനം നയിച്ചാണ് സമരപ്പന്തലിൽ വന്നത്. അതോടെ സമരം അതിശക്തമായി. അപ്പോൾ സമരം പിന്നെയും നിരാഹാര സമരം ഉടനെ CPIയുടെ MLAമാർ വന്നു, K അജിത്ത് വന്നു, അതുപോലെ തന്നെ പല MLAമാർ വന്നു. ഇന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് വന്നു, റോഷ് ശേഖരൻ, ഇവരെല്ലാം നിരാഹാരം കടന്നവരാണ് നമ്മുടെ സമരം. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ ബാക്കി പറയുകയാണ്. അപ്പോൾ ഇതിനപ്പുറത്തൊരു സമരം ഇനി നടത്താനില്ല. മറ്റൊരു കാര്യവും കൂടിയുള്ളത്, നിരാഹാര സമരം MLAമാർ ഉൾപ്പെട്ട നിരാഹാര സമരമാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി എന്താണ് മുല്ലപ്പെരിയാർ സമരസമിതി? ഈ നിരാഹാരവും കൂടെ നിന്നാൽ മുല്ലപ്പെരിയാർ സമരം അവിടെ തീരുകയാണ്. പിന്നെ അവിടെ ഒരു റിലേ ഉപവാസ സമരത്തിന് യാതൊരു പ്രസക്തിയില്ല. 6 വർഷമായി അന്നേരം സമരം തുടങ്ങിയിട്ട്. ഇനി എന്താണ് 7-ാം വർഷവും 8-ാം വർഷവും 10-ാം വർഷവും ഇങ്ങനെ ഒരു സമരം നടത്തിയിട്ട് എന്താ പ്രയോജനം? ഈ പ്രശ്നം പരിഹാരമാണ് വേണ്ടത്. അതിനെന്താ വഴി എന്നുള്ളൊരു ആലോചന വന്നു. ഈ ആലോചനയിൽ ഞാൻ അന്ന് ഈ നിരാഹാരം തുടങ്ങിയിട്ട് ഞാൻ പിന്നെ ചപ്പാത്തിയിൽ നിന്ന് പോയിട്ടില്ല. വിശ്വംഭരൻ ചേട്ടൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. വിശ്വംഭരൻ ചേട്ടൻ്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു മനോരമ പത്രത്തിലാണ് ഈ പുതിയ ടണൽ ഇങ്ങനെ മുല്ലപ്പെരിയാറിലെ വെള്ളം കമ്പത്ത് കിടക്കുന്ന മനുഷ്യർക്ക് കൊടുക്കാൻ ഡാം ഇല്ലേലും വെള്ളം കൊണ്ടുപോകാൻ മേലെ ഒരു ടണൽ വെച്ചാൽ പോരെ എന്ന് ഞാൻ ചോദിക്കുന്നു വിശ്വംഭരൻ ചേട്ടനോട്. അവിടെ നിന്നാണ് ഈ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. ആശയമൊക്കെ വന്നു, നല്ലതാണ്. പക്ഷേ ഈ ആശയം മുല്ലപ്പെരിയാർ സമരസമിതി ചർച്ച ചെയ്ത് അവരോട് ആലോചിച്ചിട്ട് പ്രഖ്യാപിക്കുന്നതിന് പകരം എന്തിനാണ് സ്വന്തമായി അങ്ങനെ സ്വന്തമായി പറയാം? അതിൽ മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ടണൽ നിർമ്മിച്ചാൽ മതി എന്നുള്ളത് നമുക്ക് ചപ്പാത്തിലെ സാധാരണ ജനങ്ങളോടല്ല പറയേണ്ടത്. ഞാൻ ആദ്യം ഞാൻ പറയാം, അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. അതിന് ഞാൻ ആദ്യം ചെയ്തത് ഉപ്പുതറയിലാണ് അവിടുത്തെ മാധ്യമപ്രവർത്തകരുള്ള അവരെ വിളിച്ച് ചപ്പാത്തിലെ ഒരു ബേക്കറിയുടെ മുറിയിലന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ സംസാരിക്കാൻ ഞങ്ങൾക്ക് ആ മുറിയിലിരുന്ന ഈ മാധ്യമപ്രവർത്തകരോട് ഞാൻ സംസാരിച്ചു. ഇങ്ങനെ ഒരു ടണൽ നിർമ്മിച്ചാൽ ഈ പ്രശ്നം തീരും, നമുക്കിതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവർ വൈകിട്ട് ES ബിജിമോളോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് പറയണ്ടെന്ന് ES ബിജിമോൾ പറഞ്ഞതനുസരിച്ച് ഈ മാധ്യമപ്രവർത്തകർ എന്നെ നിരുത്സാഹപ്പെടുത്തി. അന്ന് വൈകിട്ട് തന്നെ ഞാൻ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടർ GK രാമനെ വിളിച്ചു. അവരോട് പറഞ്ഞ് ഞാൻ ന്യായീകരിക്കുകയല്ല, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്ത് പറയുന്നു, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തും കൂടെ, ഇത് പ്രപ്പോസ് ചെയ്യണം, ഇതൊരു നല്ല നിർദ്ദേശമാണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ ഹിന്ദുവിലൊരു വാർത്ത വന്നു, ഡാം സ്റ്റെയർ കൗൺസിൽ മൂഡ്സ് ടണൽ പ്രപ്പോസൽ. ഞാൻ പറഞ്ഞു എന്നല്ല പറഞ്ഞത്, സമരസമിതി ഒരു വാർത്ത വന്നു. എന്നിട്ട് അടിയിൽ CP റോയ് സെഡ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. ഇതിന് ശേഷം ഈ വാർത്തയൊക്കെ വന്നെങ്കിലും സമരസമിതി ഒന്ന് കൂടാൻ ഞാൻ ഒരാഴ്ച പറഞ്ഞിട്ട് സെക്രട്ടറി എന്ത് ചെയ്താൽ സമിതി കൂടുകയില്ല. 6ാം വാർഷികത്തിൻ്റെ അന്ന് ഞാൻ രാവിലെ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് സമരസമിതിയുടെ മീറ്റിംഗ് കൂടുന്നില്ലെങ്കിൽ ഇനി ഞാൻ മുല്ലപ്പെരിയാർ സമരം കാണില്ല എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സമരസമിതിയുടെ എക്സിക്യൂട്ടീവ് വിളിച്ച് 8 പേരാണ്. അത് ചപ്പാത്തിലെ ഒരു മുറിയിലിരുന്ന് ഞങ്ങൾ കൂടിയപ്പോൾ അന്ന് ഒരു പത്രത്തിൻ്റെ റിപ്പോർട്ടറൂടെ ഞങ്ങളുടെ സമിതിയിലുണ്ട്, ഈ 8 കോർ കമ്മിറ്റിയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, സാറിന് എന്നാ പറയാനുള്ളത് പെട്ടെന്ന് പറ എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് നമ്മുടെ വാർഷികമാണ്, നമുക്ക് അത് പോട്ടെ. ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ടണൽ നിർമ്മിച്ചാൽ മുല്ലപ്പെരിയാർ പ്രശ്നം നമുക്ക് തീർക്കാം, അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ 8 കമ്മിറ്റിക്കാർ, ഈ 8 പേര്, ഞാൻ ഒഴിച്ചുള്ള 7 പേരും പറഞ്ഞത്, സാർ പൊതുയോഗം വിളിച്ച് അവതരിപ്പിച്ചിട്ട് എവിടെ വേണേലും പറഞ്ഞോളാൻ പറഞ്ഞു. അന്ന് പൊതുയോഗം വിളിച്ച് അവതരിപ്പിച്ചാൽ ആ പൊതുയോഗത്തിൽ നിന്ന് ഞാൻ വീട്ടിൽ പോകാനൊക്കത്തില്ലെന്നുള്ളത് യാഥാർത്ഥ്യം എനിക്കറിയാം. അതുകൊണ്ട് പക്ഷേ ഇറങ്ങി വന്നിട്ട് ഞാൻ ജനറൽ കൺവീനർ സാബു വേങ്ങുവേലിയോട് പറഞ്ഞു, ഈ കാര്യം ഞാൻ പ്രഖ്യാപിക്കും, അതിനി എന്ത് ഭവിഷ്യത്തുണ്ടായാലും ഞാൻ പ്രഖ്യാപിക്കും. അന്ന് വൈകിട്ട് ഇന്ത്യ വിഷനിലെ മനു ഭരത്തിനാണ് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. വളരെ തീവ്രമായി ഒരു മുമ്പോട്ട് പോകുന്നു. അതെ, പുതിയ ഡാം എന്ന് പറയുന്ന പദ്ധതിയാലും മുമ്പോട്ട് പോകുന്നു. അതെ. അപ്പോൾ സാർ അത് ഒറ്റയ്ക്ക് സമരസമിതിയുടെ പേരിൽ വാർത്തയെല്ലാം വന്ന് അങ്ങനെയാണ്. അതെ, വന്നെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സാറിൻ്റെ അഭിപ്രായം എന്നല്ലേ പറയാം. അതുകൊണ്ട് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞാലും ചെയ്യാം. പക്ഷേ സാർ സമരസമിതിയുടെ പേരിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നമുണ്ട്. അതിനുശേഷം സമരം തകർന്നുപോയി. അതിനുശേഷം സാങ്കേതികമായ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ഇത് സാറ് തമിഴ്നാട്ടിലോട് കാശ് മേടിച്ചിട്ടാണെന്നാണ് ഇവർ പറയുന്നത്. അത് പറയുന്നത് ഇപ്പോഴും ഇന്നും എന്നെ ഒരാളെ വിളിച്ചു പറഞ്ഞു. അതെ, അന്നത്തെ സമരസമിതിയിലുണ്ടായിരുന്ന ഒരാൾ. അതെ. അപ്പോൾ ഈ വാർത്ത ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് പണം വന്നിട്ടാണ് എന്നെ തമിഴ്നാട് സ്വാധീനിച്ച് 10 കോടി രൂപയും 3000 ഏക്കർ സ്ഥലവും എനിക്ക് തന്നു എന്നാണ് ആരോപണം. അതൊന്നും പറഞ്ഞില്ല. അതായത് മറ്റേ തമിഴ്നാട്ടിൽ നിന്നൊരു കർഷക നേതാവിനെയൊക്കെ കൊണ്ടുവന്നിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കർഷക നേതാവിനെ കൊണ്ടുവന്ന് അവർ തമ്മിൽ ഒരു ധാരണയിലെത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ആ കർഷക നേതാവിനോട് ബഹളം വെച്ചു. അവിടെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി. അയാൾ 2 TMC വെള്ളം കൂടെ കൂടുതൽ തരുവാണെങ്കിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ സാറാണ് നേതൃത്വം കൊടുത്ത് പറ്റത്തില്ല, നിങ്ങൾക്ക് തരത്തില്ല എന്ന് പറയുന്നു. അതിൻ്റെ കാര്യം പറയാം. ഒരു കർഷക നേതാവിനെ അല്ല കൊണ്ടുവന്നത്. തമിഴ്നാട്ടിലെ ഐന്തുമാവട്ട പെരിയാർ വൈഗൈ പാസന അസോസിയേഷൻ എന്ന് പറഞ്ഞ കർഷക സംഘടനയാണ് അവിടുത്തെ ഏറ്റവും വലിയ കർഷക സംഘടന. മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ട് കൃഷി നടത്തുന്ന 5 ജില്ലയിലെ കൃഷിക്കാർ. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന അബ്ബാസ് എന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്, 92 വയസ്സുണ്ട്. അദ്ദേഹം ഞങ്ങൾ വിളിച്ചു, നമുക്ക് ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ സമരപ്പന്തൽ വരാമെന്ന് ചോദിച്ചു, വരത്തില്ലെന്ന് പറഞ്ഞു. എവിടെ വേണം, താങ്കൾ പറയുന്ന സ്ഥലത്ത് നമുക്ക് മീറ്റിംഗ് വിളിക്കാമെന്ന്. അവർ പാമ്പനാറാണ് തിരഞ്ഞെടുത്തത്. നമ്മുടെ തമിഴ് പോപ്പുലേഷൻ കൂടുതലുള്ളൊരു സ്ഥലമെന്ന് പാമ്പനാർ തിരഞ്ഞെടുത്തു. ഞങ്ങൾ അവിടുത്തെ മർച്ചൻറ്റ്സ് അസോസിയേഷൻ ഹാള് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ അന്ന് ജോയി അച്ഛൻ വിദേശത്താണ്, ഇവിടെ ഇല്ല. ഞങ്ങൾ എല്ലാവരും കൂടെ സമരസമിതിയുടെ ഭാരവാഹികൾ അവിടെ ചെന്നു. അദ്ദേഹം 3 എൻജിനീയർമാരും ഈ 5 കർഷക സംഘടനകളുടെ നേതാക്കന്മാരും ഉൾപ്പെടെയാണ് അദ്ദേഹം ചർച്ചയ്ക്ക് വന്നത്. ഞങ്ങളുമായി 1 മണിക്കൂറേ ചർച്ച നീണ്ടുള്ളൂ, വേറൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, മുല്ലപ്പെരിയാറിലെ 2 TMC വെള്ളം നിങ്ങൾ കൂട്ടിത്താ, 136 2 TMC കൂട്ടിത്താ. ഞങ്ങൾ പറഞ്ഞു ഇനി 1 TMC പോലും കൂട്ടുന്ന പ്രശ്നമില്ല. 2 TMC കൂട്ടി ഡാം പണിയാൻ അനുവദിക്കാമെന്ന് പറഞ്ഞില്ലേ? ഡാം പണിയാൻ അനുവദിക്കാമെന്ന് പറഞ്ഞില്ല. ഡാം പണിയാൻ ഒരു കാലത്തും ഒരു തമിഴ്നാട്ടുകാരനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ ഡാം പണിയാൻ അനുവദിക്കാം, ഞങ്ങൾക്ക് 2 TMC വെള്ളം തരാൻ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ ഈ 136 അടി ജലനിരപ്പ് നിർബന്ധം പിടിക്കരുത്, ഞങ്ങൾക്ക് 2 TMC വെള്ളം കൂടെ തന്നാൽ ഞങ്ങൾക്ക് 10-30,000 ഏക്കർ സ്ഥലത്ത് കൃഷി നടത്താം, നിങ്ങളത് അനുവദിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹം നടത്തിയത്. ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നും പറഞ്ഞു. മാത്രമല്ല, ഈ സമരം നടക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് വലിയൊരു കൗതുകമായിരുന്നു ആ സമ്മേളനം. കാരണം സമരം നടത്തി മുന്നോട്ട് പോകുന്ന ഞങ്ങൾ സമരസമിതി തമിഴ്നാട്ടിലെ കർഷകരുമായി ചർച്ച നടത്തി എന്നുള്ളത് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഹിന്ദുവിൻ്റെയൊക്കെ വാർത്ത നല്ല വാർത്ത. സാറ് പറയുന്നത് ഇങ്ങനെയാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നതും അല്ലെ എന്നോട് അവിടെ ഉള്ളവരും പറഞ്ഞത്, അതെ, അവർ ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നു, പക്ഷേ മനഃപൂർവ്വം അവിടെ പ്രശ്നം സൃഷ്ടിച്ച ഉഴപ്പി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 2 TMC വെള്ളം കൊടുക്കാൻ അനുവദിക്കാനുള്ള പവർ എനിക്കുണ്ടോ? അപ്പം എന്താ ചെയ്യേണ്ടത്? ഈ കാര്യം സർക്കാരിനെ ശ്രദ്ധപ്പെടുത്താൻ തന്നെ പറയണ്ടേ? എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തല്ലോ. ഈ സാധനം നമ്മുടെ കളക്ടറേറ്റിലെ PRD തിരുവനന്തപുരത്ത് വാർത്ത എത്തിക്കുന്നില്ലേ? ഈ വാർത്ത പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി അറിയുന്നില്ലേ? അല്ലെ മുഖ്യമന്ത്രി അറിയിക്കുന്നില്ലേ? മുഖ്യമന്ത്രിയല്ലേ ഇത് തീരുമാനിക്കേണ്ടത്? അങ്ങനല്ലേ പറയേണ്ടത്. പക്ഷെ സാർ അങ്ങനെ പറഞ്ഞല്ലോ, പറ്റത്തില്ല എന്ന് പറഞ്ഞ് എതിർത്തില്ലേ? പകരം ഈ നിർദ്ദേശം ഞങ്ങൾ വെക്കാമെന്നല്ലേ പറയേണ്ടിയിരുന്നത്? ഈ സമരത്തിൽ 2 TMC വെള്ളം കൂട്ടിത്താന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കല്ല,
ഒരു മർച്ചൻസ് അസോസിയേഷൻ്റെ ഹാളിൽ സമരസമിതിയുടെ എല്ലാ ഭാരവാഹികളും ഇരിക്കെയാണ് ജലനിരപ്പിനെ ഉയർത്താൻ ഒക്കുകയില്ല എന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല, സമരസമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ജലനിരപ്പ് കൂട്ടാൻ ഒക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പുതിയ ഡാം അനുവദിച്ചേക്കാം എന്ന് അബ്ബാസ് അണ്ണൻ ഒരു വാക്കുപോലും ഈ യോഗത്തിൽ പറഞ്ഞില്ല. ഒരു വഴക്കും ബഹളവും ഉണ്ടായില്ല 1 മണിക്കൂറിനകം. കാരണം ജലനിരപ്പ് കൂട്ടണമെന്ന് അവർ പറഞ്ഞു, പുതിയ ഡാം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു ധാരണയിലെത്താതെ വന്നതോടെ ആ ചർച്ച അവിടെ അവസാനിച്ചു. എല്ലാ മാധ്യമപ്രവർത്തകരും പാമനാറിൽ നിന്നും ചില ആളുകൾ വന്നിരുന്നു ഈ മീറ്റിംഗ് കൂടാൻ. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോയി അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് വളരെ സ്നേഹമായിട്ട്. മാത്രമല്ല അടുത്തൊരു ചർച്ച തമിഴ്നാട്ടിലെ വൈഗ ഡാമിലെ ഗസ്റ്റ് ഹൗസിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസിൽ നടത്താമെന്ന് പറഞ്ഞ് അവർ പോയത്. പക്ഷേ ചർച്ച നടന്നില്ല, അവർ വിളിച്ചില്ല. പിന്നെ സംഭവിച്ചത് ഈ നമുക്ക് വേഗം ഈ സമരസമിതി അന്ന് തന്നെ എന്നെ പുറത്താക്കി. അതിനുശേഷം പിന്നീട് എന്നാൽ അന്ന് തന്നെ പുറത്താക്കി, അന്ന് തന്നെ എന്നെ ഒന്നുകൂടെ തിരിച്ചെടുത്തു. പകരം വേറെ ആരും സമരസമിതിയുടെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ വന്നതുകൊണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞത്, സാറിന് ഈ കാര്യം പുറത്ത് പറയരുത്, ഏതാ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തിയാൽ മതി എന്നുള്ള കാര്യം പുറത്ത് പറയരുതെന്നും പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു. അങ്ങനെ എന്നെ തന്നെ വീണ്ടും ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തു. അത് നമ്മുടെ ആ നാട്ടിലെ ആളുകളുടെ ഒരു നന്മയാണ് ചപ്പാത്തിലെ മനുഷ്യൻ. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പക്ഷേ പിറ്റേ ദിവസം ഹിന്ദുവിൻ്റെ റിപ്പോർട്ടർ സുധി ഫോട്ടോഗ്രാഫറുമായി വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ച് ഇന്നലെ സംസാരിച്ചത് എന്താണ്, അക്കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് പരിഹാരമാകുമോ? ഇതൊരു പരിഹാരമാകുമെന്ന് പറഞ്ഞു. ഇത് ചപ്പാത്തിലെ മറ്റ് ചില മാധ്യമപ്രവർത്തകർ അറിയുന്നു. അവർ ഈ കാര്യം ഞാൻ വീണ്ടും മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ നിർമ്മിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രണ്ടാമത് തന്നെ പുറത്താക്കി. അങ്ങനെ ഞാൻ പിന്നെ അപ്പോൾ നാട്ടിൽ ഞാൻ പണം മേടിച്ചു. എന്താണ് ഈ ടണൽ എന്നങ്ങ് നിർദ്ദേശിക്കാൻ കാര്യം? 2006 വിധി മറികടക്കാൻ NK പ്രേമചന്ദ്രൻ കേരള നിയമസഭ ഒറ്റക്കെട്ടായി ഒരു ഡാം സേഫ്റ്റി അതോറിറ്റി ബില്ല് കൊണ്ടുവന്നു. കേരളത്തിലെ മുഴുവൻ ഡാമുകളുടെയും സുരക്ഷാ ചുമതല കേരളം ഏറ്റെടുക്കുന്ന ബില്ലായിരുന്നു. ഇതിനു മുമ്പ് കർണാടക ഇതുപോലൊരു ബില്ല് കൊണ്ടുവന്ന് തമിഴ്നാട് സുപ്രീം കോടതി പോയതാണ്. അതുപോലെ തന്നെ ഈ ബില്ല് ക്യാൻസൽ ചെയ്യണമെന്നും പറഞ്ഞാണ് തമിഴ്നാട് സുപ്രീം കോടതി പോയത്. അപ്പോൾ 2006 വിധി മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കുകയല്ല ചെയ്തതെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. അത് കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് 2014 കേസിന് ആധാരമായ കേസ് 2006 തന്നെ ഉണ്ടാകുന്നത്. ഈ ഡാം സേഫ്റ്റി അതോറിറ്റി ബില്ല് ക്യാൻസൽ ചെയ്യാൻ. അതിനുശേഷം സുപ്രീം കോടതി പറഞ്ഞു 2 സ്റ്റേറ്റിനും പറയാനുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ് എഴുതി തരാൻ, നിങ്ങളുടെ വക്കീലല്ല തരേണ്ടത്, ഗവൺമെൻറ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് 2 സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും തങ്ങൾക്ക് പറയാനുള്ളത് സുപ്രീം കോടതി കൊടുത്തു. അത് വിശദമായി പഠിച്ചിട്ടാണ് സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഫോം ചെയ്തു ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ. ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ വാദം കേട്ടത്. അവർ മുല്ലപ്പെരിയാറിലെ ഡാം സേഫ്റ്റി അതോറിറ്റി ബില്ല് അങ്ങ് മാറ്റിവെച്ചു. സുപ്രീം കോടതി മാറ്റിവെച്ചിട്ട് 2 സ്റ്റേറ്റിൻ്റെയും വാദങ്ങൾ കേട്ടു. ഇതിനിടയിൽ 2010 സുപ്രീം കോടതിക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് 5 അംഗ ഉന്നതാധികാര സമിതിയെ വെച്ചു. ഈ ഉന്നതാധികാര സമിതിയോട് വിശദമായി പഠനം നടത്തിയിട്ട് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. 2010 എംപവേർഡ് കമ്മിറ്റി എന്നാണ് അതിൻ്റെ പേര്, എല്ലാ അധികാരങ്ങളോടും കൂടിയ ഒരു സമിതി. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2011 അന്ന് ഈ എംപവേർഡ് കമ്മിറ്റി ഉണ്ട്. 2011 അവർ 12 റിപ്പോർട്ട് കൊടുത്തത് ഞാനിങ്ങനെ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തിയാൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ വന്നപ്പം ഞാൻ 12 പേജുള്ള ഗ്രാഫിക് സ്കെച്ചും ഒരു മെമ്മോറാണ്ടവും ഡൽഹി ആർ.കെ. നഗറിലെ സെൻട്രൽ വാട്ടർ കമ്മീഷണൽ ഓഫീസിൽ കൊടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് കേരളത്തിൻ്റെ പ്രതിനിധി ജസ്റ്റിസ് KT തോമസിന് ഈ 12 പേജുള്ള ഗ്രാഫിക് സ്കെച്ചും ഒരു മെമ്മോറാണ്ടവും കൊടുത്തു. സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇത് ചർച്ച ചെയ്തു. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ടെന്നുള്ളതല്ല, ഇതിനു മുമ്പ് മുല്ലപ്പെരിയാറുമായി സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ സുപ്രീം കോടതിക്ക് വിശ്വാസമായ എല്ലാ റിപ്പോർട്ടുകളും കൊടുക്കുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരറിവായിരുന്നു. മുല്ലപ്പെരിയാറിൽ വെള്ളം 1300 അടി ഉയരത്തിൽ കുമളിയിലാണെന്നുള്ളതും ഈ വെള്ളം തൊട്ട് താഴെ തമിഴ്നാട് 1300 അടി താഴെയുള്ള ആളുകൾക്ക് കൊടുക്കാനാണെങ്കിൽ
ഇപ്പം വെള്ളം കൊണ്ടുപോകുന്ന ടണലിനേക്കാൾ താഴ്ന്ന വിധാനത്തിലുള്ള ടണൽ നിർമ്മിച്ചാൽ മതി ഒരറിവും എൻ്റെ ഗ്രാഫിക് സ്കെച്ച് കൃത്യമായി കണ്ട് സെൻട്രൽ വാട്ടർ കമ്മീഷനിലെ എൻജിനീയേഴ്സ് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതാധികാര സമിതിയുടെ ഓഫീസും അന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഓഫീസിലാണ്. അതുകൊണ്ട് അവിടെ ഡിസ്കഷൻ നടന്നു. ഉന്നതാധികാര സമിതി അവരുടെ 119 പേജുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഏറ്റവും അവസാനത്തെ 3 പേജിൽ എ ന്യൂ ടണൽ സെറ്റ് ദ എലിവേഷൻ ഓഫ് 50 feet ഹൈ, ആ പ്രപ്പോസലാണ് ഞാനന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷന് കൊടുത്തതും എംപവേർഡ് കമ്മിറ്റിക്ക് ജസ്റ്റിസ് KT തോമസ് വഴി ഞാൻ എത്തിച്ചതും. എ ന്യൂ ടണൽ സെറ്റ് ദ എലിവേഷൻ ഓഫ് 50 feet ഹൈ. തമിഴ്നാട് ക്യാൻ ഡ്രോ മോർ വാട്ടർ ഫ്രം ദ സ്റ്റോറേജ്. You can generate electricity from the water you get additionally. More importantly, the fear perception in the mind of the people of the state of Kerala will set at rest എന്ന് എഴുതിയിട്ട് അതിനടിയിലാണ് ജസ്റ്റിസ് A.S. ആനന്ദും മുൻ ചീഫ് ജസ്റ്റിസ് A.S. ആനന്ദും ജസ്റ്റിസ് KT തോമസും ഈ 5 അംഗ പാനൽ അതിൻ്റെ അടിയിൽ ഒപ്പിട്ട ഒരാളുടെ പേര് എടുത്തു പറയണം. മുൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ അംഗം ചെയർമാൻ C.D. തട്ടെ, അന്നത്തെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ അംഗം D.K. മേത്ത. അപ്പം ഞാൻ പറഞ്ഞത് 11 ഒരബദ്ധം പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം കേരളത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിക്ക് വിധി പുറപ്പെടുവിക്കാൻ പാകത്തിന് ഉന്നതാധികാര സമിതി ഇന്ത്യയിലെ 5 പരമോന്നത ഏജൻസികളെ വെച്ച് പഠനം നടത്തി പല കാര്യങ്ങൾ പഠിച്ച കൂട്ടത്തിൽ ഈ ടണലും പഠിച്ചിട്ട് ഇതൊരു വഴിയാണെന്നും ദ സേഫ്റ്റി കൺസേൺ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു would be met from the existing dam after constructing a new tunnel for evacuation of reservoir water എന്ന് എഴുതി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിൽ ഇതെങ്കിലും ഇനിയെങ്കിലും എനിക്കൊരബദ്ധം പറ്റിയെങ്കിൽ മലയാളികൾ എന്നോട് ക്ഷമിച്ചിട്ട് ഇന്ന് കേരളത്തിൻ്റെ മുമ്പിലുള്ള ഏക പോംവഴി ഈ ടണലാണ്, പുതിയ ഡാമല്ല എന്ന് ഞാൻ പറയാൻ ഈ ചാനലിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുപ്രീം കോടതി അത് അംഗീകരിച്ചോ? വിധിയിലുണ്ടോ? സുപ്രീം കോടതി 2014 എന്താണ് പറഞ്ഞാൽ മതി. എന്താണ് വിധി? ഈ വിധിയാണ് ഷാജൻ്റെ ഈ മുമ്പിലിരിക്കുന്ന സുപ്രീം കോടതി വിധിയാണ്. സുപ്രീം കോടതിക്ക് ഉന്നതാധികാര സമിതി കൊടുത്ത ഈ റിപ്പോർട്ട്, എംപവേർഡ് കമ്മിറ്റി കൊടുത്ത ഈ റിപ്പോർട്ട് അതേപടി അംഗീകരിച്ച് ദ വേ ഫോർവേഡ് ടുവേഡ്സ് ആൻ അമിക്കബിൾ റെസൊല്യൂഷൻ എന്നാണ് ആ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്. രമ്യമായ പരിഹാരത്തിനുള്ള വഴി അതിലൊരു ഡാം പറഞ്ഞിട്ടുണ്ട്. 2152 വരെയുള്ളതൊരു താത്തു 136 സുപ്രീം കോടതി 2014 142 ആക്കി. ഈ വിധി വരുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2006 വിധിയിൽ 152 അതെ. 2014 വിധിയായി 142 ആയി. അതെ. അപ്പോൾ ഈ വിധി ഒപ്പം ഇവരെന്ത് ചെയ്തു? പ്രശ്നം പരിഹരിക്കാൻ ടണലും ഡാമും പറഞ്ഞു. ഡാം എന്താ പറഞ്ഞു? ഡാം കേരളത്തോട് പറഞ്ഞത് ദ സ്റ്റേറ്റ് ഓഫ് കേരള മേ കൺസ്ട്രക്ട് എ ന്യൂ ഡാം. അല്ല, ടണലിൻ്റെ കാര്യം എന്താ പറഞ്ഞാൽ ആര് നിർമ്മിക്കണം? ദ ന്യൂ ടണൽ വിൽ നീഡ് ടു ബി കൺസ്ട്രക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു. പക്ഷേ അതിന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. തമിഴ്നാട് ഷുഡ് കണ്ടക്ട് ദ ഫീസിബിലിറ്റി സ്റ്റഡി വിതിൻ 1 year. അടിയന്തരമായിട്ട് ഈ ഫീസിബിലിറ്റി സ്റ്റഡി നടത്താനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെയാണ് പറഞ്ഞത് കേരളത്തിൻ്റെ സുരക്ഷാ കാര്യവും തമിഴ്നാടിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യവും ഇന്നുള്ള ഡാം കൊണ്ട് പരിഹരിക്കാമെന്നും അതിന് ജലനിരപ്പ് താഴ്ത്താൻ ഒരു പുതിയ ടണൽ നിർമ്മിച്ചാൽ മതി. ഡാമിൻ്റെ കാര്യം പറഞ്ഞത് പരമാവധി കേരളം ഡാം പണിയാൻ ഇറങ്ങി പുറപ്പെടരുതെന്നുള്ള നിർബന്ധ വിധിയോടെയാണ് 2014 സുപ്രീം കോടതി വിധിയെന്ന് ഞാൻ പറയും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദ സ്റ്റേറ്റ് ഓഫ് കേരള മേ കൺസ്ട്രക്ട് എ ന്യൂ ഡാം അറ്റ് ഇറ്റ്സ് ഓൺ എക്സ്പെൻസ്. സ്വന്തം ചെലവ് വേണേ ഡാം കെട്ടിക്കോ. കാരണം എംപവേർഡ് കമ്മിറ്റി നമ്മുടെ പ്രതിനിധി ജസ്റ്റിസ് KT തോമസ് കേരളത്തിന് പുതിയ ഡാം വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ ആളുകളും ഇത് തന്നെ പറയുന്നതുകൊണ്ട് വേണേ കെട്ടിക്കോളാനാണ് പറഞ്ഞത്. അടുത്ത സെൻറ്റൻസ് എന്താണെന്നറിയാമോ സുപ്രീം കോടതി പറഞ്ഞിരുന്നത്? ഇറ്റ് മേ കോസ് ഡ്യൂ മാർജിൻ ഫോർ ഇൻഫ്ലേഷൻ ഇൻ യുവർ സ്റ്റേറ്റ്.
നിങ്ങൾ ഈ 2000 കോടി രൂപ സ്വന്തം കയ്യിൽ നിന്നിട്ട് ഡാം പണിയാൻ പോയ അത് കോടതിക്ക് പറയേണ്ട ആവശ്യമില്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കോടതി തന്നതാണ്. ഇതൊന്നും കോടതിയുടെ കാര്യമല്ല. പക്ഷേ ഒരു മുന്നറിയിപ്പ്, ഇൻഫ്ലേഷൻ ഉണ്ടാകും നിങ്ങളുടെ നാട്ടിൽ, അത് എംപവേർഡ് കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് തന്നെയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു യു ഷുഡ് ഒബ്റ്റെയിൻ ദ പെർമിഷൻ ഓഫ് പ്ലാനിംഗ് ബോർഡ്. ഈ 2000 കോടി എടുക്കാനുണ്ടോ എന്ന് പ്ലാനിംഗ് ബോർഡിൻ്റെ അനുമതി വാങ്ങണം. അതുപോലെ തന്നെ യു ഷുഡ് ഒബ്റ്റെയിൻ ദ പെർമിഷൻ ഓഫ് സുപ്രീം കോർട്ട് ഗ്രീൻ ബെഞ്ച്. വീണ്ടും പറഞ്ഞിരിക്കുന്നു യു ഷുഡ് ഒബ്റ്റെയിൻ ദ പെർമിഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്. എല്ലാം നിങ്ങൾ മേടിച്ചിട്ട് വേണേ കെട്ടിക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാശ് മുടക്കി കെട്ടി, കാശും മുടക്കി കെട്ടിക്കോളാം. ഏത് സ്റ്റേറ്റിലും പുതിയ ഡാം പണിയാൻ 80% പൈസ കേന്ദ്രവും 20% അതാത് സംസ്ഥാനം. ഇവിടെ 20 പോലും നമ്മൾ മുടക്കണ്ട. ഈ മുഴുവൻ പൈസ എടുത്ത് വേണേ കെട്ടിക്കോളാനാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ നിർബന്ധ ബുദ്ധിയും നമ്മുടെ ജസ്റ്റിസ് KT തോമസിൻ്റെ നിർബന്ധ ബുദ്ധിയും ഒക്കെ പരിഗണിച്ച് വിയോജനക്കുറിപ്പിൽ പുതിയ ഡാം വേണമെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തമിഴ്നാട് വിയോജനക്കുറിപ്പ് എഴുതിയത് ഈ പുതിയ ഡാം പറ്റത്തില്ലെന്നാണ് തമിഴ്നാട് പ്രതിനിധി AR ലക്ഷ്മണ വിയോജനക്കുറിപ്പ് എഴുതി. ജലനിരപ്പ് ഉയർത്തണമെന്നുള്ള കാര്യത്തിൽ അവരുടെ പ്രതിനിധി എഴുതിയ റിപ്പോർട്ടിൽ നമ്മുടെ പ്രതിനിധി വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ 5 പേരും കൂടെ പ്രപ്പോസ് ചെയ്ത ഈ ടണൽ ആരും വിയോജനക്കുറിപ്പ് എഴുതിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എല്ലാത്തിനും കേരളത്തോട് വിയോജിക്കുന്ന തമിഴ്നാട് ഇക്കാര്യത്തിൽ വിയോജിച്ചിട്ടില്ല. ഒരു പുതിയ ടണലിന് വിയോജനക്കുറിപ്പ് എഴുതാൻ അന്ന് ഇതിൻ്റെ കമ്മീഷൻ ചെയർമാൻ AS ആനന്ദ് അനുവദിച്ചിട്ടും വിയോജനക്കുറിപ്പ്. എന്ത് സംഭവിച്ചു പിന്നീട്? തമിഴ്നാട് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയില്ല. തമിഴ്നാട് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിട്ടില്ല. കേരളം ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ അനിശ്ചിതത്വത്തിൽ കിടക്കുകയാണ്. പക്ഷേ 14 വിധി എന്ന് പറയുന്നത് ഒരു ആധികാരിക രേഖയാണ്. ആ വിധിക്ക് ആധാരം ഈ എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ടാണ്. ആയിക്കോട്ടെ സാർ, അത് മനസ്സിലായി. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ ഒരു ചോദ്യം കൂടെ അതുകൊണ്ട് എന്നോട് ഒരാൾ പറഞ്ഞത്, സാറിന് എതിർക്കുന്ന ഒരാൾ പറഞ്ഞോട്ടെ, ഇത് മലനിരകളാണ് ഈ വെള്ളം കിടക്കുന്നത്. അതെ, അതായത് ഒരു 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 പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ ഈ പ്രായോഗികമല്ല ടണൽ. ഞാനും സോഷ്യൽ മീഡിയയിലെ ഈ പറയുന്ന ആളുകളുടെ വീഡിയോയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇടുക്കി ഡാം പണിതു, ഡാമിൽ പണി പൂർത്തിയായപ്പോഴത്തേക്ക് ചെറുതോണി മലയിൽ കൂടെ വെള്ളം ചാടിപ്പോകും. ഉടനെ ചെറുതോണി ഡാം പണിതു. അത് കഴിഞ്ഞ് ആണ് കുളമാവ് ഡാം പണിതത്. ഈ 2 ഡാം കെട്ടി വെള്ളം നിറച്ചപ്പോഴും കുളമാവി ഡാമിൽ നിന്ന് വെള്ളം എത്തിയില്ല. ഇടുക്കി ഡാമിൽ നിന്ന് കുളമാവി ഡാം എത്താൻ വേണ്ടി എന്താ ചെയ്തത്? 2 മലകൾ എക്സ്പ്ലോസീവ് സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് മല ഡിമോളിഷ് ചെയ്തതിന് ശേഷമാണ് കുളമാവി ഡാം വെള്ളം എത്തിയത്. അങ്ങനെയാണെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാറിന് ഇടയ്ക്കുള്ള ചെറിയൊരു 15 കിലോമീറ്ററിൻ്റെ കാര്യമുള്ളൂ. ഇടുക്കിയും കുളമാവും അങ്ങനെയല്ല, വലിയ ദൂരത്തിലാണ്. 15 കിലോമീറ്റർ ദൂരത്തിലെ വെള്ളം ഒന്ന് മാന്തി എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുകയില്ലെന്നൊക്കെ നമ്മൾ ഇത്ര ശുദ്ധ മനസ്കരാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് വിയോജനക്കുറിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് എഴുതണമായിരുന്നു എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ടിൽ. അല്ല, ഇപ്പം അങ്ങനെ ഒരു പ്രപ്പോസൽ നമ്മൾ കൊണ്ടുവന്നാൽ തമിഴ്നാട് അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ചുള്ള കാര്യമെന്ന് പറയുന്നത് തമിഴ്നാടിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കേരളം തയ്യാറാകണം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോടതി വിധിയുണ്ട്. കോടതി പറഞ്ഞില്ല യു ക്യാൻ ഡ്രോ മോർ വാട്ടർ ഫ്രം ദ സ്റ്റോറേജ്, യു ക്യാൻ ജനറേറ്റ് അതും കൂടെ അനുവദിച്ചു കൊടുത്തു. യു ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം ദ വാട്ടർ യു ഗെറ്റ് അഡീഷണലി എന്നും കൂടെ പറഞ്ഞിരിക്കുന്നിടത്ത് തമിഴ്നാടിൻ്റെ പ്രശ്നം വെള്ളമാണ്. പിന്നെ അവർക്ക് എളുപ്പത്തിൽ ചില വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അവസരം കിട്ടി. ഇത് രണ്ടും അനുവദിക്കുമെങ്കിൽ 104 അടി ഡെഡ് സ്റ്റോറേജ് ആണ്. അതിൻ്റെ താഴേക്ക് പോകാൻ പറ്റുമോ? ഡെഡ് സ്റ്റോറേജ് വാട്ടറിൽ നിന്നും ഞാൻ ചോദിക്കട്ടെ, ഇത് CP റോയിയുടെ ഉത്തരമായിട്ട് കാണരുത്. ഈ ഉത്തരങ്ങളാണ് എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഈ ഉത്തരമാണ് സുപ്രീം കോടതിയുടെ വിധി. അവിടെ CP റോയ്ക്ക് യാതൊരു പങ്കുമില്ല. ഇനി ടണൽ എന്നെ അതിനകത്ത് ചേർത്ത് നിർത്തണ്ട. ടണൽ ഇന്ന് സുപ്രീം കോടതിയുടെയാണ്, എംപവേർഡ് കമ്മിറ്റിയുടെ ആണെന്ന് പോലും ഞാൻ പറയുന്നില്ല. ഈ വിധിയിൽ എഴുതി വച്ചിരിക്കുന്ന ന്യൂ ടണൽ എലിവേഷൻ ഓഫ് 50 ഫീറ്റ്. ഇനി ഇതിന് ഉത്തരം സുപ്രീം കോടതിയോട് ചോദിക്കണം. ഞാനല്ല ഇനി ഇതിന് സമാധാനം പറയാൻ. ഞാനല്ല. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്നലെ എന്താ സംഭവിച്ചത്? അല്ല, മിനിങ്ങാന്ന് എന്താ സംഭവിച്ചത്? ഒരു അവസരം കിട്ടി. ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ വെച്ച്
ഇത് സംസാരിക്കാൻ അവസരം കിട്ടി. എന്താ ചെയ്തത്? ഈ കാര്യം മിണ്ടിയില്ലല്ലോ. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾ എറണാകുളത്തെ വൈപ്പിൻ മാലിപ്പുറത്ത് 683 ദിവസമായിട്ട് മുല്ലപ്പെരിയാർ ടണൽ സമരം നടക്കുന്നുണ്ട്. ഈ ടണൽ സമരസമിതി 2 തവണ അദ്ദേഹത്തെ കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കാമെന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞുള്ളൂ. ഞങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം കേട്ടോ എന്നെനിക്കറിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയോ എന്ന് എനിക്കറിയില്ല. ശരി, അപ്പോൾ ഇദ്ദേഹം തമിഴ്നാട്ടിൽ പോയി ഈ സംസാരിച്ചത് പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിചാരം ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിലെ കൂടുതൽ ആളുകൾ പുതിയ ഡാം വേണമെന്നാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണല്ലോ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇന്നലെ ഈ ടണൽ പാടേ അവഗണിച്ച്, അതായത് സുപ്രീം കോടതി പോലും ഇതൊരു നല്ല മാർഗമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി നിരുത്സാഹപ്പെടുത്തിയ പുതിയ ഡാം പണിയുമെന്ന് പറഞ്ഞ് ഈ ഡാമിൻ്റെ അപകടം നമ്മുടെ മുഖ്യമന്ത്രി അറിയണ്ടേ? അതായത് ഇന്നുള്ള ഡാമിൻ്റെ പുറകിൽ 1350 അടി പുറകിലാണ് 2008 NK പ്രേമേന്ദ്രൻ ഹൈദരാബാദിലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് സർവേ നടത്തി പാറയുടെ ബലം പരിശോധിപ്പിച്ച് സ്പോട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഒത്തിരി വീണ്ടും താഴോട്ട് പോയാൽ പിന്നെയും കുഴിയിലോട്ടായി പോകും. ഈ സൈറ്റിൽ ഡാം പണിയുമ്പോൾ പോലും നിലവിലുള്ള 158 അടി ഹൈറ്റുള്ള ഡാമിന് പകരം 230 അടി ഹൈറ്റുള്ള ഡാം പണിതാലേ തമിഴ്നാട്ടിലേക്ക് ഇപ്പം വെള്ളം കൊണ്ടുവന്ന ടണലിൽ കൂടെ വെള്ളം ഒഴുകി പോകത്തുള്ളൂ. ഈ രണ്ടാമത്തെ ഡാം 600 അടി നീളം കൂടും, 70 അടി ഹൈറ്റ് കൂടും. കണ്ടെയ്ൻ ചെയ്യാൻ പോകുന്ന വെള്ളത്തിൻ്റെ അളവ് ഇന്നുള്ള ഡാമിനേക്കാൾ 40% കൂടും. മാത്രമല്ല, നിലവിലുള്ള ഡാമിൻ്റെ 10 കല്ല് പൊളിക്കുമ്പോൾ ഈ ഡാമിൽ വെള്ളം നിറയും. ഒന്നാമത്തെ ഡാം രണ്ടാമത്തെ ഡാമിനകത്ത് മുങ്ങിപ്പോവുകയാണെന്നുള്ളത് പോലും നമ്മൾ മലയാളികൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇപ്പം നമുക്ക് യുക്തി വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകാൻ മേലെ കടലിൽ ടണൽ കുഴിക്കുന്നത് എന്നൊക്കെ പറയാം. പക്ഷേ ഈ ഡാം ഇതിനകത്ത് തന്നെ മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് വിരോധമില്ല. ഞാൻ പറഞ്ഞത് ഇത്രയും വലിയൊരു ഗ്രാവിറ്റി ഡാം കൂടെ ഒരു കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതാണ് സത്യമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 70 അടി ഹൈറ്റൂടെ കൂടിയൊരു ഡാം അതിനെന്താ കുഴപ്പമെന്നും കൂടെ ചോദിച്ചാൽ എൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ. 1999 കരാർ CH മേനോൻ പുതുക്കി കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്നും ഇടപെട്ടിട്ടല്ല. 2 കരാർ. അപ്പോൾ ഈ കരാർ ഇത്രയും കാലം നിൽക്കുന്നിടത്തോളം കാലം ഒരു മൂന്നാമത്തെ ഡാം ആവശ്യം വരും, മലയാളിക്ക് ആവശ്യം വരും. ഈ രണ്ടാമത്തെ ഡാം കഴിഞ്ഞിട്ട് ഡാമിൻ്റെ ആയുസുകളെക്കുറിച്ചൊക്കെ ഒരു കണക്കുണ്ടല്ലോ. സീസ്മിക് സോൺ 3 ഈ ഡാം നിൽക്കുന്നത്. മൂന്നാമത്തെ ഒരു ഡാം ആവശ്യമായി വരും മലയാളിക്ക്. പിന്നെ 200 അടി പൊക്കി കെട്ടിയാൽ ഇന്നുള്ള ഡാമിനേക്കാൾ 200 അടി പൊക്കിയാൽ പോലെ ഈ ടണലിൽ കൂടെ വെള്ളം പോവുകയല്ല. 2000 കൊല്ലം കൊടുക്കണം അല്ലേ? 2000 കൊല്ലം കൊടുക്കണം. 2001 വർഷവും കരാറുണ്ട് ഷാജൻ. പെരിയാറ്റിൽ വെള്ളവും തമിഴ്നാട്ടിൽ മനുഷ്യരും ഉണ്ടെങ്കിൽ, ഇന്ത്യ മഹാരാജ്യമാണ് അന്നുള്ളതെങ്കിൽ, 2000 ഇന്ന് കരാർ കാലാവധി അവസാനിച്ചു എന്ന് കരുതുക. 2000 മനസ്സിലായി. നാളെ എന്താണ് മലയാളി ചെയ്യാൻ പോകുന്നത്? ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പറ്റത്തില്ല. തമിഴ്നാട്ടിലോട്ട് വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മേജർ വിഷയം സുരക്ഷയാണല്ലോ. അതെ, നമുക്ക് എന്തായാലും വെള്ളം കൊടുത്തേ പറ്റുള്ളൂ. കറണ്ടും തടയാൻ പറ്റുകയില്ല. അത് ആയുസുള്ളിടത്തോളം കാലം, അതായത് യേശുക്രിസ്തുവിൻ്റെ കാലത്തോളം മിനിമം. അത് കഴിഞ്ഞ് പിന്നെയും കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഇതിന് വേണ്ടി പാഴ്ചെലവ് എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ സുരക്ഷയാണ് പ്രശ്നം. സുരക്ഷയുടെ ഇതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ? സാധ്യതയില്ല. ഇതാകുമ്പോൾ എളുപ്പമാണ്, കോടതി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പരിഹാരത്തിന് യാതൊരു സാധ്യതയും. അപ്പോൾ ഇപ്പോൾ നിരവധി സമരസമിതികൾ ഇപ്പം നടക്കുന്നുണ്ട് അവിടെ ഇവിടെ. സമരസമിതി പ്രവർത്തിക്കുന്ന ഒരു സമരസമിതിയില്ല. അല്ല, മറ്റേ എറണാകുളത്തൊക്കെ കുറച്ച് പേര് നന്നായി ചെയ്തു. എറണാകുളത്ത് ഞങ്ങളുടെ സമരമാണ്, മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി. പ്രകാശിന്റെ അദ്ദേഹത്തിന് RBS മണി എല്ലാവരും കൂടെ സംഘടനയുണ്ട്. അവരൊരു മുറി മീറ്റിംഗ് കൂടും. അല്ല, അവരും നന്നായി ചെയ്യുന്നുണ്ട്. ഉണ്ട്, പ്രത്യക്ഷ നല്ല പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. ഉണ്ട്, പ്രത്യക്ഷ. അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. PS പ്രകാശൊക്കെ ഞങ്ങളുടെ സമരസമിതിയുടെ അംഗങ്ങളാണ്. അവർ ഈ ടണലിന് അംഗീകാരം മണിസാറും ഒക്കെ കൂടെ ഭാരത് BTH അവരൊരു കൺവെൻഷൻ വിളിച്ചത്
നമ്മുടെ സുപ്രീം കോടതിയിൽ സെൻട്രൽ വാട്ടർ കമ്മീഷന് ഞാൻ കൊടുത്ത ടണലും ഗ്രാഫിക് സ്കെച്ചിൻ്റെ വലിയൊരു പടം ബാനർ കെട്ടിയാണ് ഞങ്ങളൊക്കെ ആ സമരത്തിൽ പോയിരുന്നു. ശരി, അതല്ല, അവരൊക്കെ ഇതിനെക്കുറിച്ച് കൺസേൺഡ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ആത്മാർത്ഥമുള്ളവരുമാണ്. ഈ പ്രകാശ് പ്രത്യേകിച്ച് ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്. ഉണ്ട്, എനിക്കറിയാം. അദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞങ്ങളുടെ സമരസമിതിയുടെ വാർഷികത്തിന് അദ്ദേഹം വന്നിരുന്നു. ഇടയ്ക്ക് ഞങ്ങളുടെ സമരപന്തലിൽ വിസിറ്റ് ചെയ്യുന്നയാളാണ്. അപ്പോൾ പ്രത്യക്ഷമായിട്ട് ഞങ്ങൾ ഒരു സമരസമിതി ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ചപ്പാത്തിലെ സമരസമിതിയില്ല, ഞങ്ങൾ മാത്രമേ പ്രത്യക്ഷ സമരം ചെയ്യുന്നുള്ളൂ. 683 ദിവസമായി മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി. ഈ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇപ്പോൾ കോടതി കിടക്കുന്ന കേസുകൾ ഏതൊക്കെ? അവിടെ ഇവിടെയൊക്കെ സുപ്രീം കോടതി നമ്മൾ കേൾക്കാറുണ്ട്. എനിക്കൊന്നും പിടി കിട്ടുന്നത്. മറ്റേ അന്തിമവിധി വന്നില്ലേ? പിന്നെ ഡോക്ടർ ജോ ജോസഫിൻ്റെ ഒരു കേസുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. റസൽ ജോയുടെ കേസുണ്ടെന്ന് ഉണ്ട്. എന്താണ് ഇപ്പോഴത്തെ കേസുകൾ? സത്യത്തിൽ അതിൽ വിധി വന്നു എന്ന് പറയുന്നത്, എല്ലാവരും വിധി കിട്ടി എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ പത്രങ്ങളാരും ഈ വിധി കണ്ടതായിട്ടോ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഡോക്ടർ ജോ ജോസഫിനൊരു വിധി കിട്ടി. അത് കോടതിക്ക് വിധി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കേസാണ്. എന്താണെന്നറിയാവോ? റൂൾ കർവ് കേരളത്തിന് തമിഴ്നാട് തരുന്നില്ല. അത് അടിയന്തരമായിട്ട് കേരളത്തിന് തരണം എന്ന് പറയണമെന്നായിരുന്നു ആ കേസ്. റൂൾ കർവ് എന്താണെന്ന് ഞാൻ പറയാം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ഡാമിലേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കിയിട്ട് ആ ഡാം എപ്പം നിറയുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയുന്നൊരു സാങ്കേതികവിദ്യയാണ് റൂൾ കർവ്. സുപ്രീം കോടതി ഡോക്ടർ ജോ ജോസഫ് പറഞ്ഞപ്പം ഇത് കൊടുക്കുന്നതിന് കുഴപ്പം, അത് കേരളത്തിനൂടെ കൊടുക്കെന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് വിധി വന്നു. ബാക്കി എല്ലാ കേസുകളും സുപ്രീം കോടതിയിൽ 14 ശേഷം വന്ന കാര്യം 14 തന്നെ സുപ്രീം കോടതി പലതവണ പറഞ്ഞു ഹരീഷ് സാൽവെയോട്. 2006 സുപ്രീം കോടതി വിധി പറഞ്ഞ കാര്യം വീണ്ടും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് വരെ ഹരീഷ് സാൽവെക്ക് താക്കീത് കൊടുത്തു. ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ ഹരീഷ് സാൽവെയോട് പറഞ്ഞത്, ദ സ്റ്റേറ്റ് ഓഫ് കേരള ഈസ് എസ്റ്റോപ്ഡ് ഫ്രം റൈസിങ് ദ ക്വസ്റ്റ്യൻ, ദ ലീസ്റ്റ് ഡീഡ് ഈസ് ക്യാൻസൽഡ്. മിണ്ടിപ്പോരെന്നും കൂടെ പറഞ്ഞാൽ വിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, 14 ശേഷം 19 പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയിലുണ്ട്. എല്ലാവരും വിധി മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എൻ്റെ അറിവിൽ ഈ റൂൾ കർവിനൊരു വിധി തരുന്നതിൽ ഒരു അന്യായമില്ലെന്ന് തോന്നിയതുകൊണ്ട് എല്ലാവർക്കും വിധി കൊടുത്തു. 2022 അവസാനമായി സുപ്രീം കോടതിയിൽ ചെന്ന ഇത്തിരി ലോജിക്കുള്ളൊരു കേസ് മലയാളിയായ സീനിയർ അഭിഭാഷകൻ സുപ്രീം കോടതി മാത്യു ജെ നെടുമ്പാറയുടേതാണ്. 2022 ആ കേസ് വന്നത്. അതിൽ ഈ സുപ്രീം കോടതി ഹരീഷ് സാൽവെയോട് ഇത് 2006 വിധി പറഞ്ഞ കേസാണ്, നിങ്ങൾ വീണ്ടും കോടതിയെ ചോദ്യം ചെയ്യാൻ വരരുതെന്ന് പറഞ്ഞ് ശാസിച്ചത് തെറ്റാണെന്ന് പറഞ്ഞാണ് മാത്യു ജെ നെടുമ്പാറയുടെ കേസ്. ബാക്കി യുക്തിഭദ്രമായ ഒരു കേസ് സുപ്രീം കോടതിയിൽ ഇല്ല. ഓരോരുത്തരും പൊളിച്ചു മാറ്റാൻ കാരണമുണ്ടെങ്കിൽ ഉടനെ ബോധിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ചെറിയ യൂട്യൂബ് ചാനലിൽ പോയി പറയുന്നുണ്ട്. സത്യത്തിൽ ഈ 19 പൊതുതാൽപര്യ ഹർജികളും കൂടി അവിടെ കെട്ടിവെക്കാൻ, മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത ഞാൻ പറയുന്നത്, അവിടെ കെട്ടിവെച്ചേര് 23 സുപ്രീം കോടതി പറഞ്ഞ ഇനിയും കേരളത്തിൽ നിന്ന് പൊതുതാൽപര്യ ഹർജികൾ വന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് പരിഗണിക്കാവുന്ന എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഈ 19 പൊതുതാൽപര്യ ഹർജി മാത്യു ജെ നെടുമ്പാറ കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ ബഹളം വെക്കുന്നൊരു അഭിഭാഷകനാണ് മാത്യു ജെ നെടുമ്പാറ. അത്യാവശ്യം വാദിക്കാനുള്ള കഴിവുള്ള ആളുമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ വാദം ഇതേ ഉള്ളൂ, എന്തിനാണ് സുപ്രീം കോടതി മുല്ലപ്പെരിയാർ പോലുള്ളൊരു ഡേഞ്ചറസ് വിഷയത്തിൽ കേസ് 2014 വിധി പറഞ്ഞ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞത് തെറ്റാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കേസ്. അങ്ങനെ പറഞ്ഞത്, അതെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിലെ പൊതു താൽപ്പര്യ ഹർജികൾ. നാളെ ഏതെങ്കിലും ഒരു ചെറിയ യൂട്യൂബ് ചാനലുകാരോട് ഞാനും സമീപിച്ചിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടും പക്ഷേ ഇങ്ങനെ സെൻസേഷണലായിട്ട് വർത്താനം പറയാൻ എനിക്കറിയത്തില്ല, ഞാൻ പറയത്തില്ല. കാരണം ഇതൊരു സ്റ്റേറ്റിൻ്റെ വിഷയമാണ്. ജനങ്ങളോട് നമ്മൾ സത്യസന്ധമായിട്ട് വർത്താനം പറയണം. അതിനൊരു ഒരു 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 നിയമവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത്, മുല്ലപ്പെരിയാറിലെ മുഖ്യമന്ത്രി പറഞ്ഞ രണ്ടാമത്തെ ഡാം അത് പ്രായോഗികമല്ല. അതിൻ്റെ പ്രധാന കാരണം ഇന്നുള്ള ഡാമിനേക്കാൾ
ഒരു 70 അടിയെങ്കിലും ഹൈറ്റ് കൂട്ടി പണിതാലേ ഇന്നുള്ള ടണലിൽ കൂടെ തന്നെ വെള്ളം കൊണ്ടുപോകാനാണല്ലോ കേരളം ഉദ്ദേശിക്കുന്നത്. വെള്ളം അങ്ങോട്ട് ഒഴുകത്തുള്ളൂ. ഇത്രയും വലിയൊരു ഡാം നമ്മുടെ സ്വന്തം ചെലവിൽ 10,000 കോടി രൂപ മുടക്കി കെട്ടാമെന്ന് പറയുന്നത്, അത് അദ്ദേഹം, കാരണം അദ്ദേഹം ഇന്ന് നമ്മുടെ ധനകാര്യമന്ത്രി കൂടിയാണ്, അത് അദ്ദേഹത്തിന് ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തോട് ഞാൻ വിനീതമായി ചോദിക്കുകയാണ്, 200-300 വർഷം കഴിയുമ്പം മലയാളികൾക്ക്, അല്ലെങ്കിൽ മലയാളികൾ തന്നെ പറയുകയല്ലേ അന്നത്തെ മുഖ്യമന്ത്രിയോട്, ഈ 2ാമത്തെ ഡാം പഴയതായി, 3ാമത്തെ ഡാം ഞങ്ങൾക്ക് കെട്ടിത്തരണം എന്ന് പറഞ്ഞാൽ ഈ 3ാമത്തെ ഡാം എവിടെ കെട്ടും? ഇങ്ങനെ 2000 വർഷം ഡാം കെട്ടിപ്പോകാനാണെങ്കിൽ ഈ ഡാം ഏകദേശം എറണാകുളം ആലുവ വരെയെങ്കിലും എത്തും എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. മുഖ്യമന്ത്രിക്ക് ഉപദേശം കൊടുക്കുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ എനിക്കറിയാം, ഞാനത് പറയുന്നില്ല, ഏതാ ഒരു എൻജിനീയർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അത് ഞാൻ പേഴ്സണലായിട്ട് ഷാജൻ സ്കറിയയോട് പറയാം. അദ്ദേഹം തീർച്ചയായിട്ടും ഇങ്ങനെയല്ല ഉപദേശം കൊടുക്കേണ്ടത്. ഒരു ന്യൂ ടണൽ, ഈ ടണൽ നിർമ്മിച്ചാൽ തമിഴ്നാടിന് വെള്ളം, എക്കാലവും വെള്ളവും കിട്ടും, കേരളത്തിന് സുരക്ഷ ഉറപ്പാകും. അപ്പോൾ അങ്ങയുടെ ആഗ്രഹം എനിക്ക് കുറച്ചുകൂടി കൺവിൻസ് ആയത് ഇപ്പോഴാണ്, ഇന്ന് ചർച്ച ചെയ്തപ്പോഴാണ്. കാരണം ഞാൻ ഇതിൻ്റെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്തായാലും വളരെ മനോഹരമായ ചർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് കേരളീയ സമൂഹം ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനെ എതിർക്കുന്ന 2-3 പേർ, ഞാനിപ്പോൾ ഡോക്ടർ ജോയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സന്തോഷം. മാത്രമല്ല ഒരു ഫാദർ റോബിൻ പേണ്ടാനം, അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെങ്കിലും എനിക്ക് അതിനാണ് അങ്ങയുടെ ഇൻ്റർവ്യൂ ഞാൻ ആദ്യം തന്നെ എടുക്കാൻ തീരുമാനിച്ചത്. അങ്ങാണ് ഇതിൻ്റെ ഒരു സമഗ്രമായൊരു ഇതിൽ ഇടപെട്ടിരുന്ന ഒരാളത്. മറ്റൊരൊക്കെ എനിക്കൊന്ന് റോബിൻ അച്ഛനൊക്കെ അതിന് ശേഷം വിട്ടുപോയെന്ന് തോന്നുന്നില്ല. ആദ്യ കാലത്ത് ഒരു 6-7 വർഷം ഡോക്ടർ ജോ ഇപ്പം നടത്തുന്നത് ഡോക്ടർ അഡ്വക്കേറ്റ് റസൽ ജോയോട് സംസാരിക്കുന്നു. ഞാനും KS പ്രകാശിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിരുന്നു, ഞാൻ കണ്ടു. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു എല്ലാവരുടെയും സംസാരിച്ചിട്ട് ഇതെന്താണെന്ന് ആലോചിച്ചിട്ട് ഇതിൽ വളരെ കൃത്യമായ ഒരു പ്രപ്പോസൽ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം ഏതാണ് കൂടുതൽ പ്രായോഗികം. ഇതിനകത്ത് 2 കാര്യം എനിക്കും ബോധ്യമാണ്. ഒന്ന്, തമിഴ്നാടിൻ്റെ ഇച്ഛാശക്തിയെ മറികടന്നുകൊണ്ട് പുതിയ ഡാം പണിയാൻ സാധ്യമല്ല. തമിഴ്നാട് ഇപ്പം അങ്ങ് പറഞ്ഞപ്പോഴാണ് കരാറിൻ്റെ ഒരു ദൃഢത എനിക്ക് പിടികിട്ടുന്നത്. അതുവരെ ഞാൻ കരുതിയിരുന്നത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്താണ് ഈ കരാർ പുതുക്കി കൊടുത്ത് മാറ്റാൻ പറ്റുന്നത്. അത് പറ്റത്തില്ല, അത് സുപ്രീം കോടതി തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി അതൊന്നും സാധ്യമല്ല. തമിഴ്നാടിന് വെള്ളം കൊടുത്തേ പറ്റൂ, പുതിയ ഡാം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കാവൂ, കേരളത്തിൻ്റെ സേഫ്റ്റി. അത് ടണലെങ്കിൽ ടണൽ, മറ്റെന്തെങ്കിലും വഴി വിദഗ്ധർ പറയുന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ആയിക്കോട്ടെ. ഇതാണ് എന്തായാലും വളരെ ഉപകാരപ്രദമായ ഒരു ചർച്ചയായിട്ട് ഞാൻ കാണുന്നു. വരും കാലത്ത് നമ്മുടെ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ചർച്ച കേരളത്തിന് വലിയ മാറ്റമുണ്ടാകുമെന്നും ഒരു സുരക്ഷ ഉണ്ടാക്കുമെന്നും ആണ് എൻ്റെ വിശ്വാസം. നമുക്ക് കാണാം. നന്ദി. താങ്ക് യു.